ഷെയ്ഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അവർകളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ നമ്മുടെ ഈ മഹത്തായ വേദിയിലേക്ക് കടന്നു വരുന്നതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ അഭാവത്തിൽ ഈ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കരുത്തു പകരാൻ അള്ളാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥപരമായി കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പള്ളിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവും അതേപോലെ തന്നെ തുടർന്ന് നടക്കുന്ന നമ്മുടെ ഈ പൊതുസമ്മേളനത്തിന്റെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ കണ്ണിലുണ്ണി പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിലെ സ്വാന്തനത്തിന്റെ പൂമരത്തണൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിശ്ചേദ്യനായ അമരക്കാരൻ സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകളാണ്. അള്ളാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. സമസ്തയുടെ മദീന മുനവ്വറ ഉല്ലേഖനം ചെയ്ത അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിതധവള ത്രിവർണ്ണ കുങ്കുമ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ കരുത്തോടുകൂടി മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ആദരപൂർവ്വം ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ മഹത്തായ വേദിയിൽ ഉത്ബോധന പ്രഭാഷണം നിർവഹിക്കുന്നത് അഭിവന്യരായിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാന്യരായിരിക്കുന്ന സാരഥി, ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 85 ആണ്ട് പിന്നിട്ട ഐതിഹാസികമായ 85 വർഷത്തെ പ്രവർത്തന മേഖല അയവിറക്കിക്കൊണ്ട് നടക്കുന്ന ഐതിഹാസികമായ 85ാമത് വാർഷിക മഹാസമ്മേളനത്തിന്റെ അമരക്കാരനും സമസ്ത എന്ന് പറയുന്ന ആധികാരിക സംഘടനയുടെ ശബ്ദം സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ കന്യാകുമാരി മുതൽ മംഗലാപുരത്തേക്ക് ഈ സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി സമസ്തയുടെ ശബ്ദം സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മഹത്തായ സമസ്തയുടെ സന്ദേശയാത്രയെ നയിച്ചുകൊണ്ട് നമുക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആ യാത്രയുടെ അമരക്കാരൻ കൂടിയായ ബഹുമാനപ്പെട്ട കോട്ടുമന PM ബാപ്പു മുസ്ലിയാർ അവർകൾ 926 ജൂൺ മാസം 26-ാം തീയതി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ കൊളുത്തിവെച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ ദീപത്തെ കടാതെ സൂക്ഷിക്കാൻ ഒരു തലമുറ കേരളത്തിന്റെ മടിത്തട്ടിൽ വളർന്നു വരുന്നു എന്നതിന്റെ വ്യക്തമായ താക്കീതോടുകൂടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നടത്തിയ ജാഥയുടെ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളും ജനനിബിഡമായിരുന്നു. കേരളത്തിലെ 90% വരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ മഹല്ലത്തുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പിന്നിൽ പാറ പോലെ ആടിയുറച്ചു നിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ താക്കീതോടുകൂടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നടത്തിയ ഐതിഹാസികമായ സന്ദേശയാത്ര ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് അള്ളാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വരുന്ന ഫെബ്രുവരി 23 മുതൽ 26 കൂടിയ തീയതികളിൽ മുസ്ലിം ഉമ്മത്തിന്റെ കണ്ണും കാതും വേങ്ങരക്കടുത്ത കൂരിയാട്ട് വെച്ചുകൊണ്ട് നടക്കുന്ന ഐതിഹാസികമായ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടിയാകുമ്പോൾ നിങ്ങളെല്ലാവരും ആ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും സത്യസാക്ഷികളാവുക എന്നുള്ള സമസ്തയുടെ 85ാമത് വാർഷികത്തിന്റെ ആ സമ്മേളനത്തിന്റെ പ്രമേയം നമ്മുടെ കവലകളിലും മുക്കുമൂലകളിലും എത്തിച്ചുകൊണ്ട് സമസ്തയുടെ അചല്യത സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട കൊട്ടുമല ഉസ്താദ് അവറുകളെ ഞാൻ ഈ വേദിയിലേക്ക് വളരെ ഹാർദവമായി കൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ മഹത്തായ യോഗത്തിൽ പ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി അഭിവന്യരായിരിക്കുന്ന ഷെയ്ഖുന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അവറുകളാണ്. ബഹുമാനപ്പെട്ട ഈ സംഘടനയുടെ ശബ്ദം അറബ് രാഷ്ട്രങ്ങളിലും അതേപോലെ തന്നെ കേരളീയ മുസ്ലിം ഉമ്മത്തിലും ഈ ബഹുമാനപ്പെട്ട സമസ്തയുടെ ശബ്ദം എത്തിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിവന്യരായ പ്രാർത്ഥനയ്ക്ക് നമുക്ക് നേതൃത്വം നൽകുന്നത് അഭിവന്യരായിരിക്കുന്ന കോഴിക്കോട് വലിയ ഖാദി സെയ്ദ് നാസർ ശിഹാബുദ്ദീൻ അബ്ദുൽ ഹൈജ് തങ്ങൾ അവർകളാണ്. കരിങ്കല്ലത്താണി പ്രദേശത്തെ ഓരോ നമ്മുടെ ചുവടുവെപ്പുകൾക്കും ബഹുമാനപ്പെട്ട തങ്ങളവர்களுടെ നേതൃത്വവും തങ്ങളവர்களுടെ സാന്നിധ്യവുമുണ്ട്. അള്ളാഹു ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെയും ഞാൻ ഈ വേദിയിലേക്ക് വളരെ ഹാർദവമായി കൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്യനായിരിക്കുന്ന നായകൻ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ എന്ന് പറയുന്ന സമസ്തയുടെ പോഷകഘടകത്തെ കേരളത്തിന്റെ മടിത്തട്ടിൽ ജനകീയമാക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയും ഉറങ്ങിക്കടന്ന പാലക്കാട് ജില്ലയെ ഉന്നതിയിലേക്ക് എത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വന്യവയോധികനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലെ അവശേഷിക്കുന്ന ചൈതന്യം കൂടിയായ ബഹുമാനപ്പെട്ട ഉസ്താദ് CKM സാദിഖ് മുസ്ലിയാർ അവർകൾ രോഗം പോലും വകവെക്കാതെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമ്മുടെ ഈ സന്തോഷത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ ആദരപൂർവ്വം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ അഭിവന്യരായിരിക്കുന്ന സമസ്തയുടെ മലപ്പുറം ജില്ലയുടെ ബഹുമാന്യനായ സെക്രട്ടറി ജനറൽ
ഷെയ്ഖുന കുഞ്ഞാണി ഉസ്താദ് അവറുകൾ കരിങ്കല്ലത്താണി പ്രദേശത്ത് നമ്മുടെ ഓരോ പരിപാടികളിലും ഉസ്താദ് അവറുകളുടെ നേതൃത്വമുണ്ട്, ഉസ്താദ് അവറുകളുടെ സാന്നിധ്യമുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് അള്ളാഹു ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാട്ടിക ഉസ്താദിന്റെ നാമധേയത്തിലുള്ള അഭിവന്യരായിരിക്കുന്ന നാട്ടിക ഉസ്താദിന്റെ സ്മാരക ആ സ്ഥാപനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ സാന്നിധ്യമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന് അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഷെയ്ഖുന ഏലംകുളം ബാപ്പു ഉസ്താദ് അവറുകൾ വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉസ്താദ് അവറുകൾ നമ്മുടെ ഓരോ ചലനങ്ങൾക്കും നേതൃത്വം നൽകുകയും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും സാന്നിധ്യം അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെയും വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് അഭിവന്യനായ ഖുർആൻ സ്റ്റഡി സെന്റർ കേന്ദ്ര കമ്മിറ്റി ഡയറക്ടർ, പ്രമുഖ ഖുർആൻ പണ്ഡിതനും കാസർഗോഡ് മുതൽ അനന്തപുരി വരെ പരിശുദ്ധ ഖുർആനിന്റെ ദിവ്യ സന്ദേശങ്ങൾ കൊണ്ട് മുസ്ലിം സമൂഹത്തിനിടയിൽ പരിവർത്തനത്തിന്റെ പടധ്വനി മുഴക്കിയ അഭിവന്യനായിരിക്കുന്ന ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി മൂത്തേടം അവറുകളാണ്. വളരെ സന്തോഷത്തോടു കൂടി പറയുന്നു, എത്രത്തോളമുള്ള രീതിയിലാണ് നന്ദി പറയേണ്ടത് എന്ന് ഞങ്ങൾക്ക് വാക്കുകളില്ല. അഭിവന്യരായിരിക്കുന്ന ഉസ്താദ് അവറുകളുടെ സാന്നിധ്യമാണ് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടി, ഈ പള്ളിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഈ പള്ളിയുടെ എല്ലാവിധ കാര്യങ്ങൾക്ക് വേണ്ടിയും മാത്രമല്ല കരിങ്കല്ലത്താണി പട്ടണത്തിന്റെ ദീനീ പ്രബോധന പ്രവർത്തന മേഖലകളിൽ ഈ അടുത്ത കാലത്തായിക്കൊണ്ട് എത്രത്തോളം ഉയർച്ച നമുക്ക് ലഭിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഈ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളുടെ സാന്നിധ്യമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി ബഹുമാനപ്പെട്ട തങ്ങൾ അവറുകളുടെ നാമധേയത്തിൽ നിർമ്മിക്കുന്ന സൗദത്തിനൊക്കെ ഉസ്താദ് അവറുകളുടെ ആ ഉപദേശ നിർദ്ദേശങ്ങളാണ് നാം സ്വീകരിക്കുന്നത്. സാന്നിധ്യം നമുക്ക് അനിവാര്യമാണ് എന്നുകൂടി ഉസ്താദ് അവറുകളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വളരെ ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ അഭിവന്യരായിരിക്കുന്ന ആനമങ്ങാട് മുഹമ്മദ് കുട്ടി ഫൈസി അവറുകളെ ഈ കരിങ്കല്ലത്താണി പ്രദേശത്തുള്ള ഈ പള്ളി നിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ദീർഘമായി കൊണ്ട് സംസാരിക്കുന്നില്ല. ഈ മഹത്തായ വേദിയിൽ സന്നിധനായ പ്രിയപ്പെട്ട പുത്തനടി മൊയ്തീൻ ഫൈസി അവറുകൾ, അതേപോലെ തന്നെ വട്ടപ്പറമ്പ് ജുമാ മസ്ജിദിന്റെ അഭിവന്യനായിരിക്കുന്ന ജുമാ മസ്ജിദ് മുദരിസ് അബ്ദുള്ള ബാരിനി, ബഹുമാനപ്പെട്ട ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി സാഹിബ്, നമ്മുടെ അഭിവന്യനായിരിക്കുന്ന നായകൻ ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി സാഹിബിനെയും ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഫൈസി താഴേക്കോട്, മുഹമ്മദ് അലി ദാരിമി പുത്തൂര്, അഭിവന്യരായിരിക്കുന്ന ബഹുമാനപ്പെട്ട കാളാവ് സൈദലി മുസ്ലിയാര്, വാഴത്തൊടി അംസക്കുട്ടി മുസ്ലിയാര്, കെ സി അബ്ദുൽ ഖാദർ മുസ്ലിയാര്, സി അംസ മാസ്റ്റർ, ബഹുമാനപ്പെട്ട സുന്നിമാലി ഫെഡറേഷന്റെ സാരഥികളായിരിക്കുന്ന അംസ മാസ്റ്റർ, പി ടി ഖാലിദ് മാസ്റ്റർ, എ കെ നാസർ മാസ്റ്റർ, ബഹുമാനപ്പെട്ടവരെയും മുഴുവൻ ആളുകളെയും ഞാൻ ഈ ിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത ഒട്ടനേകം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണ കമ്മിറ്റിയുടെ അഭിവന്യനായിരിക്കുന്ന ചെയർമാൻ ബഹുമാനപ്പെട്ട പൊന്നേത്ത് നജീബ് സാഹിബ് അവറുകളെ ഈ തീരുമാനവുമായി കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അതിന്റെ ഓരോ ചുവടുവെപ്പിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ അഭിവന്യരായിരിക്കുന്ന കാരയിൽ കുഞ്ഞമ്മി സാഹിബ് ഈ നിർമ്മാണ കമ്മിറ്റിയുടെ ട്രഷറർ കൂടിയായ ബഹുമാനപ്പെട്ട കാരയിൽ കുഞ്ഞമ്മി സാഹിബിന്റെ സാന്നിധ്യം ഈ മഹത്തായിരിക്കുന്ന നമ്മുടെ ഈ പള്ളിയുടെ ദ്രുതഗതിയുള്ള വളർച്ചയ്ക്ക് നമുക്ക് സഹായിച്ചിട്ടുണ്ട്. നിർമ്മാണ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ പി കെ അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള ഈ മഹലിലെ ഓരോ നിവാസികളും ബഹുമാനപ്പെട്ട പി കെ സമദ് സാഹിബ് അടക്കമുള്ള ഒട്ടനേകം ആളുകൾ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബാപ്പുട്ടികാക്കയുടെ അനിയൻ പ്രിയപ്പെട്ട പി കെ അലി സാഹിബ്, അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഈ പള്ളിയുടെ നിർമ്മാണത്തിൽ ഇതിന്റെ ഉയർച്ചയ്ക്ക് വിസ്മരിക്കാവുന്നതല്ല എന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒട്ടനേകം ആളുകളുടെ പേരുകൾ പറയുവാൻ ഈ പള്ളിയുടെ ഓരോ ചുവടുവെപ്പിലും കഠിനാധ്വാനം ചെയ്ത ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയ ഒട്ടനേകം ആളുകളുണ്ട്. പേരെണ്ണി പറയുകയാണെങ്കിൽ അഭിവന്യരായിരിക്കുന്ന ഉസ്താദുമാർക്കും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കൊക്കെ ബുദ്ധിമുട്ടായി തീരും. കാരണം സമയം വളരെയധികം കുടുസാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലത്തെ നൽകുമാറാവട്ടെ എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട താഴേക്കോട് പഞ്ചായത്ത് താഴേക്കോട് മേഖല സുന്നി മഹല്ല് ഫെഡറേഷന്റെ 22 മഹല്ലുകളിലെ ഒരു മനോഹരമായ കേന്ദ്ര പള്ളിയായിക്കൊണ്ട് കരിങ്കല്ല
കരിങ്കല്ലത്താണി ടൗൺ ജുമാ മസ്ജിദ് ഇന്ന് മാറിയിരിക്കുകയാണ്. അഭിവന്യരായിരിക്കുന്ന തങ്ങളവറുകളുടെ ഉദ്ഘാടനത്തോടുകൂടി ഒറ്റ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. കേരളത്തിന്റെ മടിത്തട്ടിൽ ഈ മഹല്ലുകൾക്കൂടെ കൂട്ടായ്മ സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് നേതൃത്വം നൽകാൻ ആധികാരിക പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് മാത്രമേ സാധ്യമാവൂ എന്നുള്ള ഒരു സന്ദേശം കൂടി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ആ സമസ്തയെ സമൂഹത്തിന്റെ മുന്നിൽ ഉജ്ജ്വലമാക്കിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് സമസ്തയ്ക്ക് കരുത്തു പകരുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മഹല്ല് നിവാസികൾ പരിശ്രമിക്കുകയും ശ്രമിക്കുകയും വേണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അഭിവന്യരായിരിക്കുന്ന ബാപ്പുട്ടി സാഹിബ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇനി അർപ്പിതമായിട്ടുള്ളത് ഈ യോഗത്തിന്റെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പായി സംഘടനയെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് കേൾക്കുമ്പോൾ ഈ പ്രദേശത്തുകാർക്ക് തന്നെ വളരെ സുപരിചിതമായ ഒരു പരിപാടിയാണ് ഇതെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. ഏകദേശം 19 വർഷത്തോളമായി ഈ സംരംഭത്തിന് ഇവിടെ തുടക്കം കുറിച്ചിട്ട് വളരെ ചെറിയ പരിപാടിയിൽ നിന്നും തുടക്കം കുറിച്ച ഒരു പരിപാടിയാണിതെന്ന് നമുക്കിന്നും അഭിമാനിക്കാം. വളരെ ചെറുപ്പത്തിൽ നമ്മുടെ നാട്ടിലെ യുവ സുഹൃത്തുക്കൾ വളരെയധികം ചെറുപ്രായത്തിൽ അവരുടെ കുട്ടിക്കാലത്ത് വളരെ ലളിതമായ രീതിയിൽ തുടങ്ങിവെച്ച ഈ സംരംഭം പിന്നീട് ഓരോരോ വർഷങ്ങളിൽ നാൾക്കുനാൾ ഇതിന്റെ പരിപാടി വളരെ വമ്പിച്ച വിജയമായി. കഴിഞ്ഞ വർഷം നമുക്കറിയാം, എന്റെ വീടിനടുത്തുള്ള ആ പറമ്പിൽ വെച്ചുകൊണ്ട്, എട്ടാൾ പറമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ പരിപാടി നടന്നത്. അവിടെയും അതുപോലെ തന്നെ വീടിന്റെ അവിടെയുമായിക്കൊണ്ട് അങ്ങനെ 19 വർഷവും ഇന്ന് ഇതിന് പിന്നിട്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വർഷം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറ്റിയാൽ എല്ലാവർക്കും പങ്കെടുക്കാൻ സൗകര്യവും അതുപോലെ തന്നെ എല്ലാ നിലക്കും നോക്കുമ്പോൾ സൗകര്യം ഈ പ്രദേശത്താണ് നിങ്ങൾ മനസ്സിലാക്കി അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് മാറ്റിയത് ഒരു സൗകര്യാർത്ഥമാണെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെയാകുമ്പോൾ ജനങ്ങൾക്ക് പങ്കെടുക്കാനും അവിടെ പാർക്കിങ്ങിനും മറ്റുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ പ്രദേശത്ത് ലഭിക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഇങ്ങോട്ടേക്ക് മാറ്റുകയും ഇൻഷാ അല്ലാഹ് ഇതിന്റെ 20ാം വാർഷികം അടുത്ത വർഷം വളരെ വിപുലമായി, ഇതിനേക്കാൾ വിപുലമായി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അടുത്തും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടി, ഇതിൽ ഒരു സംഘടനയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരാളെ വിഭാഗീയമായിട്ടുള്ള വിവാദങ്ങളോ അല്ല ഈ സംഘടന എന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. ഹയാത്ത് സുന്ന സംഘം എന്റെ പേരിൽ ഞങ്ങളുടെ കുറച്ച് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുകയും അതിലുള്ള നമ്മുടെ ഇവിടുത്തെ ഇവാളെ ബഹുമാനപ്പെട്ട തങ്ങളോട് അറിയിക്കുന്നതാണ്. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. കരിങ്കല്ലത്താണി പ്രദേശത്ത് ഒരു പീഡിക റൂമൊക്കെ ഈ പള്ളിക്ക് വരുമാനമായി കിട്ടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ടാണ്. ഒരു അസുഖമൊക്കെ അസുഖമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു എത്രയും പെട്ടെന്ന് ഈ സദക്കയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, ഒരു ജാരിയായ സദക്കയായിക്കൊണ്ട് അതിനെ കബൂൽ ചെയ്തുകൊണ്ട്, ആ സദക്കയുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാവിധ രോഗങ്ങളും അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി കൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് സുന്നി മഹൽ ഫെഡറേഷന്റെ ജില്ലാ മുബല്ലിഗ് AK ഉസ്താദ് അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഈ യോഗത്തിലേക്ക് വളരെ ഹാർദവമായി കൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് കരിങ്കല്ലത്താണി പ്രദേശത്തിന്റെ ഈ ഉയർച്ചയിലും കൂട്ടായ്മയിലും നിങ്ങളുടെ പങ്ക് നിസ്സീമമാണ്, നിസ്തുലമാണ് എന്നുകൂടി എന്റെ പ്രിയപ്പെട്ട ബഹുജനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കൂടി പങ്കാളിത്തം കൊണ്ടാണ് ഈ മനോഹരമായി കൊണ്ടുള്ള പുരോഗതി നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞത് എന്നുള്ള ഉത്തമ വിശ്വാസം നിങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇനിയും സുന്നി മഹൽ ഫെഡറേഷൻ താഴെക്കോട് മേഖലാ കമ്മിറ്റിയുടെ ഒട്ടനേകം പദ്ധതികളിൽ നിങ്ങളുടെ കൂട്ടായ്മയും പ്രോത്സാഹനവും ആശീർവാദവും ഉണ്ടാവണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അർഹമായ പ്രതിഫലം
നൽകുമാറാവട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവന്യരായിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും 1000 അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം കേരളത്തിന്റെ ആത്മീയ നായകൻ, മതമൈത്രിയുടെ പതാകവാഹകൻ, അഭിവന്യരായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ കരിങ്കല്ലത്താണി ടൗൺ മസ്ജിദിന്റെ ഉദ്ഘാടന മഹാസമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. على سيدنا محمد وعلى سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. സമാദരണീയരായ സാദിഖ് മുസ്ലിയാർ അവർകളെ, കോഴിക്കോട് ഖാദി സയ്യിദ് നാസർ തങ്ങൾ, KKSM തങ്ങൾ, ബാപ്പു മുസ്ലിയാർ, ആരിക്കുട്ടി മുസ്ലിയാർ, മറ്റ് സ്റ്റേജിലും വേദിയിലുമെല്ലാം അപേക്ഷിതരായ ഉലമാക്കൾ, ഉമറാക്കൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ, അതിൻ്റെ കീഴ്ഘടകങ്ങളുടെ സാരഥികൾ, ഈ മഹലിലെ സുന്നി മഹൽ ഫെഡറേഷൻ്റെ ഭാരവാഹികൾ, സംഘാടകർ, നാട്ടുകാരെ, പ്രധാനികളെ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ കരിങ്കല്ലത്താണി ടൗൺ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ നിർവഹിക്കപ്പെടുന്ന അള്ളാഹു നമുക്ക് അവസരം നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഈ പ്രവർത്തനത്തെ, ഈ പള്ളി നിർമ്മാണത്തെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. പള്ളി എന്നുള്ളത് ഇവിടെ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ ഭവനം, അള്ളാഹുവിൻ്റെ വീട്. ഇന്ന അവ്വല ബൈത്തിൻ ഉദിയ ലിന്നാസ് ലല്ലദീ ബിബക്കത്ത മുബാറക. അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യ സമൂഹത്തിന് വേണ്ടി ആദ്യമായി ഈ ലോകത്ത് പണിത സ്ഥാപനം ഇവിടെ പരിശുദ്ധമായ പുണ്യ ഭൂമിയായ മക്കയിലുള്ള കഅബയാണ്. അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ ആദം നബി അലൈഹിസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ പ്രവാചകന്മാരും പള്ളിയുമായി ബന്ധപ്പെട്ടു, പള്ളി ഉണ്ടാക്കി, പള്ളി പുനർനിർമ്മാണ കർമ്മം നിർവഹിച്ചു എന്ന് ചരിത്രത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും മഹത്തായ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹു പൊരുത്തപ്പെടുന്ന ഏറ്റവും വലിയ ഒരു കർമ്മമാണ് പള്ളി നിർമ്മാണം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ മഹാന്മാരായ അമ്പിയാക്കൾ ഇങ്ങനെ അവരുടെ ആ പള്ളിക്ക് വേണ്ടി എല്ലാം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരു പള്ളി ഉണ്ടാക്കിയാൽ അതിനുള്ള പ്രതിഫലം ആർക്കും തർക്കമില്ലാത്ത സ്വർഗമാണ്. സ്വർഗത്തിലേക്കുള്ള ഒരു കവാടമാണ്, പ്രവേശന മാർഗമാണ് പള്ളി നിർമ്മാണം. അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം തന്നെ ആ പള്ളിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോന്നും മഹത്തരമാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്.
അഹബുൽ ബിലാദി ഇലല്ലാഹി മസാജിദ്, അള്ളാഹു ഈ ലോകത്ത് വെച്ച് ഇവിടെ അമ്പര ചുംബികളായ മണിമാണികളുണ്ടെങ്കിൽ അതിനേക്കാളെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്നത്, അള്ളാഹു സ്നേഹിക്കുന്നത് പള്ളിയാണ് എന്ന് പറയുമ്പോൾ ആ പള്ളിയെ സ്നേഹിക്കൽ, ആ പള്ളിയെ ഇഷ്ടപ്പെടൽ, അതിനുവേണ്ടി മനസ്സ വാച കർമ്മണ എന്തെങ്കിലും ചെയ്യൽ നമുക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും അതിനേക്കാൾ വലുതായി ഒന്നുമില്ല എന്ന് ആ മഹത്തായ വചനം അടിവരയിട്ടുകൊണ്ട് തന്നെ നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളിക്ക് വേണ്ടി ഇത്രത്തോളം ഒരു ചെറിയ സംഖ്യയല്ല, ഒരു വലിയ ഭീമമായ സംഖ്യ തന്നെ ഈ പള്ളിക്ക് വേണ്ടി ചിലവഴിക്കുവാൻ ഈ കരിങ്കത്ത അണയിലുള്ള നമ്മുടെ സ്നേഹിതന്മാർ ഇവിടെ മുന്നോട്ട് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വിളി കേട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ആ അപാരമായ അനുഗ്രഹത്തിന് വേണ്ടി, പ്രതിഫലത്തിന് വേണ്ടിയാണ് അവരെല്ലാം ആത്മാർത്ഥമായി അതിനു നോക്കി ഇവിടെ വന്ന് ആ പണികളെല്ലാം തന്നെ കണ്ട് അതിനുവേണ്ടി ചിലവഴിക്കുന്ന ഓരോ ഒന്നും നമുക്ക് വളരെയധികം വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നാം എല്ലാവരും ഇവിടെ ഐക്യവും അതേപോലെ തന്നെ മൈത്രിയുമാണ് വീക്ഷിക്കുന്നത്. ഈ പള്ളികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. എന്നെ എന്തിനു വേണ്ടി, എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് അള്ളാഹു ഈ ലോകത്തിലേക്ക് അയച്ചത്, ആ പണിയാണ്, ആ കർമ്മമാണ് ഇവിടെ പള്ളികൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യനെ ഹിദായത്തിലേക്ക്, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനമാണ് പള്ളികളും ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സിയാർ, അള്ളാഹുവിൻ്റെ ചിഹ്നം, അള്ളാഹുവിൻ്റെ അടയാളം. എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്ത് വന്ന് ഒരേ വാക്യം മനുഷ്യരോട് ഉച്ചരിക്കുകയുണ്ടായി, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള കലിമത്ത് തൗഹീദ്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ആ വാക്യത്തിൻ്റെ പ്രകടനം. അള്ളാഹുവിൻ്റെ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ അടയാളങ്ങളാണ് ഈ പള്ളികളെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഈ കാര്യത്തിന് വേണ്ടി നാം ഇവിടെ ഒത്തുകൂടി ഇത്രയും വലിയ ഒരു ജനസമുദ്രം ഈ കാര്യത്തിന് വേണ്ടി ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഈ മഹത്തായ പള്ളിയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ധർമ്മവും സദഖയും മറ്റ് കാര്യവുമെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം, പല കാര്യത്തിനും വേണ്ടി അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകുമ്പോൾ ആ അനുഗ്രഹത്തിന് നന്ദി, അതിന് ശുക്ർ ചെയ്യൽ, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെയുള്ള ഈ മഹലിലെ ആളുകളും സുന്നി മഹൽ ഫെഡറേഷൻ്റെ പ്രവർത്തകന്മാരും ചെയ്തത് എന്ന് വളരെ കൃതജ്ഞതയോടുകൂടി തന്നെ ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. നീട്ടി ഇവിടെ പറയേണ്ട ആവശ്യമില്ല, സന്ദർഭമില്ല. സ്വാഗത പ്രസംഗത്തിൽ തന്നെ വളരെ വിശദമായിക്കൊണ്ട് വളരെയധികം നമുക്ക് മനസ്സിലാക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞ് അറിയിക്കുകയുണ്ടായി. അതെല്ലാം തന്നെ ശരിക്കും കണക്കിലെടുത്തുകൊണ്ട് ഈ ആളുകൾ പലയിടത്തും അതുപോലെ തന്നെ ഗൾഫിൽ പോയിക്കൊണ്ട് ഇതിനു വേണ്ടി പറഞ്ഞ വാക്കുകളുടെ ഉടമയും ഈ സ്റ്റേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റമദാൻ മാസത്തിൽ ഇവിടെ വന്ന് പ്രബോധനം ചെയ്ത് ഒരു നല്ല സംഖ്യ സ്വരൂപിച്ച വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും അവരെല്ലാം ഇവിടെ ഇതുകൊണ്ട് മാത്രം മതിയായി എന്ന് മനസ്സിലാക്കി തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും നമ്മുടെ എല്ലാ സഹായങ്ങളും ഒത്താശകളും സഹകരണങ്ങളുണ്ടാവും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനെ സഹായിച്ച ആളുകളെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും എല്ലാ രോഗങ്ങളെയും അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. ആരോഗ്യത്തെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതേപോലെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ രക്ഷിതാക്കന്മാർ, സഹോദരി സഹോദരന്മാർ, ഉസ്താദന്മാർ, അള്ളാഹു അവർക്ക് മർഹമത്തും മഅഫ്റത്തും നൽകുമാറാകട്ടെ.
ജന്നാത്തുൽ ഫിർദൗസിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കിട്ടി തരുമാറാകട്ടെ. പല ആളുകളും രോഗികളാണ്. അള്ളാഹു ഈ മഹത്തായ നമ്മുടെ ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും രോഗത്തെ ശിഫയാക്കി തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ശത്രുക്കളുടെ ശത്രുതയിൽ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എല്ലാ ശത്രുതയിലും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ദീനീ സ്നേഹികളായ എത്രയോ ആളുകളുള്ള, എത്രയോ കാലങ്ങളോളമായിക്കൊണ്ട് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്ന, എനിക്ക് വളരെയധികം പരിചയമുള്ള പ്രദേശം കൂടിയാണ് എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം ഇവിടെ വരാനും നിങ്ങളെ കാണാനും സാധിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. അള്ളാഹു ഈ നിലനിർത്തത്തെ ഇതിനെ നിലനിർത്തി തരുമാറാകട്ടെ. അതുപോലെ തന്നെ പള്ളിയുടെ ആവശ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും ഇനി ഇവിടെ വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പല പണ്ഡിതന്മാരും മഹാന്മാരും ഇവിടെ പറയാനിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം പിന്നെ അത് കേട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ പകർത്തുന്ന അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി നമ്മുടെ ചെറുശ്ശേരി സെൻറ്റ് മുസ്ലിം എല്ലാം ഇവിടെ എത്താനിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സ്ഥലം തന്ന അദ്ദേഹത്തിന് നമ്മൾ മുഹമ്മദ് രാജി ഈ ബിൽഡിങ്ങിൻ്റെ ആ തറ്റത്തുള്ള ആ റൂം ഈ പള്ളിക്ക് വേണ്ടി അദ്ദേഹം സംഭാവന ചെയ്തതായി നമ്മെ അറിയിക്കുകയുണ്ടായി. അള്ളാഹു അദ്ദേഹത്തിന് അതിൻ്റെ അർഹമായ പ്രതിഫലത്തെ നൽകുമാറാകട്ടെ, ജാരിയായ സദഖയായി നിലനിർത്തുമാറാകട്ടെ. അതുപോലെ നമ്മുടെ ബാപ്പുട്ടി ഹാജിയും വളരെയധികം ആത്മാർത്ഥതയോടുകൂടി സ്നേഹിച്ചുകൊണ്ട് ഈ സ്ഥാപനത്തിന് വേണ്ടി ധാരാളം സംഭാവന ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഓരോ ആളുകളും നമ്മുടെ ആലി അതുപോലെ തന്നെ മറ്റുള്ള പല ആളുകളും ഇവിടെ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. വിദേശത്തുള്ള ആളുകളും ഇതിനു വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇനി എന്നും നമ്മുടെ ഇത്തരത്തിലുള്ള ദീനി സ്ഥാപനങ്ങളുമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പുണ്യവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാശ്മീർ റഹ്മത്തുള്ളാഹി കാശ്മീർ രണ്ട് വാക്കോടെ പറഞ്ഞു. അസ്സലാമു അലൈക്കും. പ്രഭാഷണമല്ല, ബഹുമാനപ്പെട്ട തങ്ങൾ കമ്മിറ്റിക്കാരും ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട തങ്ങളുടെ സാന്നിധ്യത്തിൽ പറയാം. നമ്മൾ 10 സെന്റ് ഭൂമി ബഹുമാനപ്പെട്ട തങ്ങളുടെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ പേരിലും ഉപദേശ നിർദ്ദേശത്തിൻ്റെ പേരിലും പിന്നെ എല്ലാവരുടെയും കൂട്ടായ്മയിൽ 10 സെന്റ് ഭൂമി എടുത്തു. അത് ആ മുഹമ്മദ് അലി ഹാജിയുടെ നല്ല മനസ്സുകൊണ്ട് പൈസ കൊടുക്കുന്നതിന് മുമ്പ് 10 നേരത്തെ എടുത്തതാണ്. അദ്ദേഹം രജിസ്റ്ററാക്കി തന്നു. പൈസ കൊടുക്കുന്നതിന് മുമ്പാണ് നമ്മൾ ഇതിൻ്റെ പണി തുടങ്ങിയത്. അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. പിന്നെ ബാപ്പുട്ടി ഹാജി ഭംഗിയായി ഈ രൂപത്തിൽ പള്ളി എടുത്തു. പക്ഷേ നമ്മൾ പകുതി ദൂരം മാത്രമേ എപ്പോഴും പിന്നിട്ടിട്ടുള്ളൂ എന്നാണ് ഇവിടെ തങ്ങൾ പറഞ്ഞേൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ പ്രശ്നമല്ലാതെ ലാസ്റ്റാണ്. നമ്മൾ ഇപ്പോൾ എത്തിയത് നമ്മളെ പകുതി ദൂരമാണ്. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട 2 ലക്ഷ്യങ്ങൾ നമ്മുടെ 1-ാം ബജറ്റിൽ തന്നെ കിടക്കുന്നുണ്ട്. 1-ാം ബജറ്റിൽ 2 ലക്ഷം കിടക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ എക്കാലത്തെയും മഹാനായ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ പേരിൽ ഒരു ദീനിയായ പ്രവർത്തനത്തിന് ഒരു കേന്ദ്രമാകുന്ന ഒരു സ്മാരക സൗധം. 2, അവിടുത്തെ പ്രിയപ്പെട്ട അനുജനും സുന്നത്തി ജമാഅത്തിന്റെ അമരക്കാരനും സമസ്തയുടെ ഏറ്റവും വലിയ നായകനും സുന്നിവൽ സംഘത്തിന്റെ മരണം വരെയുള്ള പ്രസിഡന്റുമായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേതൃത്വത്തിൽ നാമധേയത്തിലുള്ള ഒരു ഹിഫ്ദുൽ ഖുർആൻ, ഒരു തഹ്ഫീദുൽ ഖുർആൻ കോളേജ്. ഇത് രണ്ടും ഇതിന്റെ 1-ാം ബജറ്റിൽ ഉൾപ്പെടുത്തിയ വിഷയമാണ്. അതിന് 12 സെന്റ് ഭൂമി ഇതിന് തൊട്ടടുത്ത് എടുത്തിട്ടുണ്ട്. 1 സെന്റിന് 3.5 ലക്ഷം രൂപയെ ചെലവ് വരൂ. 3.5 ലക്ഷം രൂപയെ ചെലവ് വരൂ എന്ന് ഞാൻ പറയാൻ കാരണം 3.5-യും 35 ലക്ഷമൊക്കെ കൊടുക്കാൻ കഴിയുന്നവർ ഈ സദസ്സിൽ തന്നെ ഉണ്ട് എന്നതുകൊണ്ടാണ്. 3.5 ലക്ഷമല്ല, 35 ലക്ഷം കൊടുക്കാൻ കഴിയും. ഇത് ബാപ്പുട്ടിക്ക് അള്ളാഹു നൽകിയ ഒരു വലിയ തൗഫീഖാണ്.
പള്ളി ആരെ കൊണ്ട് എടുപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിയും. പക്ഷെ ബാപ്പുട്ടിക്ക് അള്ളാഹു കൊടുത്ത ഒരു തൗഫീഖാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഈ തൗഫീഖിന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. 12 സെന്റ് ഭൂമി എടുത്തിട്ടുണ്ട്. ആ 12 സെന്റിൽ നമ്മൾ SKSFന്റെയും SOSന്റെയും മഹല്ല് ഫെഡറേഷന്റെയും കുട്ടികൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു 3.5 ലക്ഷം റുപ്യ 1 സെന്റിന്റെ പൈസ പല കയ്യിൽ നിന്നും കടമായി എടുത്തിട്ട് 1 സെന്റിന്റെ പൈസ കൊടുത്തിട്ടുണ്ട്. അഥവാ 12 സെന്റ് ഭൂമിയുടെയും പൈസ കിട്ടണം. അതില് 5 ലക്ഷം കൊടുക്കാൻ കഴിയുന്ന തങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. റഹ്മത്തുള്ള പറഞ്ഞോട്ടെ എന്ന് തങ്ങൾ പറഞ്ഞതുകൊണ്ട് ധൈര്യത്തിൽ ഞാൻ പറയാം. ഒരു 5 ലക്ഷം റുപ്യ ഞാൻ തരാം. തങ്ങളുടെ പേരിൽ 2 മഹാന്മാരായ തങ്ങന്മാരുടെ പേരിലുള്ള മഹത്തായ 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ ദീനിയായ ഒരു സ്മാരക സൗധം. 2 അഹ്ലുൽ ഖുർആനി അഹ്ലുല്ലാഹ്, ഖുർആനുമായി ബന്ധപ്പെട്ടപ്പെടുന്നവർ അള്ളാഹുവിന്റെ കുടുംബമാണ് എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും വലിയ കാര്യം ഖുർആനുമായി ബന്ധപ്പെടലാണ്. ഖിദ്മത്തുൽ ഖുർആനേക്കാൾ വലിയൊരു കാര്യമല്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അതിനു വേണ്ടി ഇവിടെ ഈ കരിങ്കല്ലത്താണിയുടെ മുഖച്ഛായ അന്ത്യനാൾ വരെ ഖുർആന്റെ ശബ്ദത്താലായിരിക്കണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതിനുതകുന്ന ഉമർ അലി ശിഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ നാമധേയത്തിൽ ഒരു തഹ്ഫീദുൽ ഖുർആൻ കോളേജ് ബിൽഡിംഗ് ഒക്കെ നമുക്ക് പിന്നെ ഉണ്ടാക്കണം. ഇപ്പോൾ വേണ്ടത് 12 സെന്റ് ഭൂമിക്ക് 3.5 ലക്ഷം പ്രകാരം 42 ലക്ഷം ഉപ്പ് കൊടുക്കണം. 1 സെന്റ് ഞാൻ തരാം, 2 സെന്റ് ഞാൻ ഏറ്റു, 5 ലക്ഷം ഞാൻ ഏറ്റു, അല്ലെങ്കിൽ ഇത്ര ഞാൻ ഏറ്റു എന്ന് പറയാൻ കഴിയുന്നവരൊക്കെ ഇവിടെ ഉണ്ട്. ചെറുതായി വലുതായി വിചാരിക്കേണ്ട. സബഖ ദിർഹമുൻ ബി അൽഫി ദിർഹമിൻ എന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ 1000 ദിർഹമിന്റെ മേലെ 1 ദിർഹം ഉണ്ടായിരിക്കും. വാക്കത്താണ് വിഷയം, അവനവന്റെ കഴിവാണ് വിഷയം. ബഹുമാനപ്പെട്ട തങ്ങളിരിക്കുന്ന, തങ്ങൾ എന്നെ ഏൽപ്പിച്ച വളരെ മുബാറക്കായ ഒരു കാര്യമാണ്. ആരാണ് ഇതിൽ ഈ സാഹചര്യത്തിൽ അതൊന്ന് പറയാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഈ വിഷയത്തിന്റെ ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഈ പണി പൂർത്തിയാകുന്നതിന്റെ മുമ്പ് തന്നെ പരിസരത്ത് 12 സെന്റ് കൂടി അള്ളാഹുവിന്റെ പ്രത്യേകമായ ഔദാര്യത്താൽ കിട്ടിയെന്നത് ഈ നാടിന്റെ മുഖച്ഛായ മാറുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. അതുകൊണ്ട് സഹകരിക്കാൻ കഴിയുന്നവരൊക്കെ ഉണ്ട്, ഒന്ന് സഹകരിക്കണം. ആരാ ഒന്ന് പറയാനുള്ളത്? ആരെങ്കിലും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ആരെങ്കിലും? ഇതൊരു പ്രധാനപ്പെട്ട സന്ദർഭമാണ്. ഇത് കഴിയുന്നത് വരെയും നാളെയൊക്കെ ദാനം ചെയ്യാം. പക്ഷെ ഈ സദസ്സിലാകുമ്പോൾ ഇതിൽ പ്രത്യേകമായ ഒരു ബറക്കത്താണ്. ഒന്ന് വെള്ളിയാഴ്ച രാവാ ബഹുമാനപ്പെട്ട തങ്ങളാപ്പവർകൾ ഒരു സംഖ്യ പറയേണ്ട ഒരു സംഖ്യ ബഹുമാനപ്പെട്ടവർ ദാനം ചെയ്തിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. മനുഷ്യന് അള്ളാഹു സ്വീകരിക്കട്ടെ. സംഖ്യ പറയേണ്ട ഒരു സംഖ്യ ഇന്റെ വക എന്ന് ബഹുമാനപ്പെട്ടവർ, നമ്മുടെ ഏറ്റവും മഹാനായ അമരക്കാരൻ, ഒരു സംഖ്യ പറയേണ്ട ഒരു സംഖ്യ എന്റെ വക എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനിയൊന്ന് പറയും. ഒരു സെന്റ് ആറ്റൂർ മൊയ്ൻ ബഹുമാനപ്പെട്ടവർ 1 സെന്റ് 3.5 ലക്ഷം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇനി 1 സെന്റ്, 2 സെന്റ്, 1 സെന്റ് അല്ലെങ്കിൽ ഇത്ര ആർക്കെങ്കിലും പറയാൻ കഴിയും? ഇങ്ങനെ ഒരു സദസ്സായിരുന്നു. ഇതൊരു പ്രത്യേക സമയം, വെള്ളിയാഴ്ച രാവാണ്. ഇത്രയും ആളുകളൊക്കെ ഹളരിങ്ങളുള്ളതാണ്. വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. അള്ളാഹിന്റെ കോടതിയിൽ ഇത് ഇപ്രകാരം തന്നെ സാക്ഷിയാവും. ഈ സദസ്സ് സാക്ഷിയാവും. അള്ളാഹു സ്വീകരിക്കട്ടെ. പൈസ ഉള്ളവരെ, നിഅമത്തുള്ളവരെ, അള്ളാഹുവിന്റെ നിഅമത്ത് കിട്ടിയവരെ, പൈസ കയ്യിലുള്ളവരെ, അല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയുന്നവരെ ഇപ്പോൾ കൊടുക്കേണ്ടയില്ല. അതിന് എത്രയുടെ സമയം, എത്ര സമയത്തിനുള്ള കൊടുക്കണം നമ്മൾ പൈസ? ഒരു 4-5 മാസം ഉണ്ട് അല്ലേ? 5 മാസം ഉണ്ടാവും. ഉണ്ട് 5 മാസം ഉണ്ട്. ആ 5 മാസത്തിനുള്ളിൽ കൊടുത്താൽ മതി. ആരെങ്കിലും ഒന്ന് പറയും 1 സെന്റിന്റെ വക എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയും. എനിക്ക് ആരെങ്കിലും? അല്ലാഹുവിന്റെ നിഅമത്തില്ലേ എല്ലാവർക്കും? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയാണ്, ഈ സദസ്സ് ഇപ്രകാരം സാക്ഷിയാവും.
ആരെങ്കിലും പറയും, അവനാന്റെ താക്കത്തനുസരിച്ച് പറയും, ചെറുത് വലുത് എന്നുള്ള വിഷയം വേണ്ട. ആരാ എണീറ്റ് എത്ര എന്നത് ചോദിച്ചു നോക്കി മക്കളെ. ഒന്നാണ് ഇറങ്ങി വേഗം ഒന്നാണ്ട് ഓടിച്ചൊല്ലി. 50,000. അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ, അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഒന്ന് പറയും ഇനി ആരെങ്കിലും ഒന്നെണീക്ക്. ഈ സ്ഥലത്തിൽ 2 തങ്ങന്മാരും ധൃതിയിലാണ്, 2 തങ്ങന്മാരും ധൃതിയിലാണ്. പിന്നെ വിഷയത്തിന്റെ ഗൗരവം കൊണ്ട് അവരിരിക്കാം. ബഹുമാനപ്പെട്ട തങ്ങൾ അവിടുത്തെ ബർക്കത്തായ വായു കൊണ്ട് എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് ഞാൻ എണീക്കുന്നതാണ്. ഇനി ഒന്ന് പറയും. 50,000 ഒരാൾ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി ആരാ ഒന്ന് പറയും? ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയും. ഇനി ആരാ ഒന്ന് പറയും? ഈ പ്രത്യേകമായ സദസ്സിൽ 50, 1, 1 സെന്റ്. ഇതാ അവിടെ ഒരാൾ വിളിക്കുന്നത്, നോക്കി ചോദിച്ചോക്ക്. ചോദിക്കും മോനെ, അതാ അവിടെ ചോദിക്കും മോനെ. എത്ര പറ? 50,000. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പറ. ഇനി ആരാളുള്ളതൊന്ന് പറയും. 50,000 ഒക്കെ കൊടുക്കാൻ ധാരാളം ആളുകൾ ഉണ്ടാവും, ഒക്കെ ധാരാളം ആളുകൾക്ക് കഴിയും. ആരും മടി വിചാരിക്കണ്ട, ആരും മടി വിചാരിക്കണ്ട. ഈ സദസ്സ് ഇപ്രകാരം സാക്ഷിയാവും. ഇതുപോലെ ഒരു സമയം കിട്ടിക്കൊള്ളുന്നില്ല. ഒരു പള്ളിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും മഹാനായ നേതാവിന്റെ നേതൃത്വത്തിൽ ഇരുന്നതാണ്. ഇതുപോലെ വെള്ളിയാഴ്ച രാവാണ്, റബീഉൽ അവ്വലിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. വളരെ പ്രധാനപ്പെട്ട സമയമാണ്, വല്ലാത്ത ഒരു ബർക്കത്താക്കപ്പെട്ട സമയമാണ്. ആരാളുള്ളത് പറയും? ആരാളുള്ളത് ഒന്ന് പറയും? ആരാളുള്ളത് ഒന്ന് പറയും? ഇനി ആരാളുള്ളത് ഒന്ന് പറയും? ഒരു 50,000, 1 ലക്ഷം, 2 ലക്ഷം, 1 സെന്റ്, ഇങ്ങനെയൊക്കെ പറയാവുന്നവരുണ്ടാവും. ഒന്ന് പറയും. ഞാൻ നീട്ടുന്നില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും, ആരെങ്കിലും പറയും. ചെറുത് വലുത് എന്ന കണക്കില്ല. തങ്ങന്മാരിവിടെ കാത്തിരിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ഇങ്ങനെ സമയങ്ങൾ ഒത്തുകിട്ടിക്കൊള്ളണമെന്നില്ല. ഒന്ന് പറയും. നമ്മൾ തന്നെ ചെയ്യേണ്ടി ഒരു വലിയ ഫലം കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അന്ത്യനാൾ വരെ നിങ്ങളുടെ ഭൂമിയിൽ ഖുർആനോടും, അന്ത്യനാൾ വരെ നിങ്ങളുടെ ഭൂമിയിൽ ഖുർആനോടും, അന്ത്യനാൾ വരെ നിങ്ങളുടെ ഭൂമിയിൽ ഖുർആനോടും. ആ ഭൂമി അന്ത്യനാളിൽ ആ വ്യക്തിക്ക് സ്വർഗം കൊണ്ട് ഷഫീആവും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ലാ തുറദ്ദു ശഫാഅത്തുൽ ഖുർആൻ എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആന്റെ ശഫാഅത്ത് ഒരിക്കലും തട്ടിക്കളയുകയില്ലെന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരാളൊന്ന് പറയും? ഇനി ആരാളൊന്ന് പറയും? ഇനി ആരാളൊന്ന് പറയും? ഒരു 50,000, ഒരു 25,000, ഒരു 1 ലക്ഷം, 1 സെന്റ്. ആരാ പറയും? ആരാണൊന്ന് പറയും? ആരാണെങ്കിൽ ഒന്ന് പറയും. നീട്ടുന്നില്ല. സമയം വളരെ ഗൗരവമായ സമയമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെയും മറ്റന്നാളൊക്കെ ചെയ്യാം, പക്ഷേ ഈ സദസ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരെങ്കിലും പറയും? 10,000. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. 10,000 രൂപ അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പറയും. എന്താ ആ സ്ത്രീകളെ മാത്രം? സ്ത്രീകളൊക്കെ പിന്നല്ലേ പുരുഷന്മാരോട്. ആരാ പറയുള്ളൂ? ഒന്ന് പറയും. എത്ര? ആരാ പറയാളോ? ഒന്ന് പറയും. മുഅ്മിനീങ്ങളെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുകയും ഈ വിഷയം വിജയിപ്പിക്കുകയും വേണം. ഇതെല്ലാവരും ശ്രദ്ധിക്കണം, ഇത് വിജയിക്കണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആരെങ്കിലും നമ്മളെ പ്രവർത്തകന്മാര് ഇടയിലൂടെ ഉണ്ട്, ആർക്കുണ്ടെങ്കിലും ഈ പരിപാടി അവസാനിക്കുന്നതിന് മുമ്പ് അറിയിച്ചാൽ ഈ സദസ്സിൽ വെച്ച് തന്നെ ദുആ ചെയ്യും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെയും പ്രസംഗങ്ങൾ ബാക്കിയാണ്. ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാളി, ബഹുമാനപ്പെട്ട നാസർ അബ്ദുൽ ഹയ്യ് തങ്ങൾ, ബഹുമാനപ്പെട്ടവരുടെ ദുആ പെട്ടെന്ന് നടക്കേണ്ടതുണ്ട്. അവർക്ക് മറ്റൊരു അത്യാവശ്യമായ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഇതിന് തൽപരരായ ആളുകളുണ്ടെങ്കിൽ തൊട്ടടുത്ത വളണ്ടിയർ
വോളണ്ടിയർമാരെ അറിയിക്കണം, ഇത് വിജയിക്കണം, ഇത് ഭംഗിയാകണം, ഇത് നടന്നു കിട്ടണം. എല്ലാവരും അക്കാര്യം പ്രത്യേകമായി ഗൗനിക്കുകയും ശ്രദ്ധിക്കുകയും വേണം. തൊട്ടടുത്ത വോളണ്ടിയർമാരടുത്ത് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഈ സദസ്സ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ദുആ ചെയ്യും എന്ന് പ്രധാനമായി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. ഹലോ. പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെയും ജാമിഅ നൂരിയ പ്രിൻസിപ്പൽ ഉസ്താദ് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെയും മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പേരിൽ അതുപോലെ തന്നെ സൗദം ഉണ്ടാക്കാൻ ഇതിൻ്റെ പിൻഭാഗത്തുള്ള 12 സെന്റ് സ്ഥലം 1-3 ലക്ഷം രൂപ വീതം വാങ്ങുകയും 3.5 ലക്ഷം അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊന്ന് ഉമർ അലി ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ഹിഫ്ദുൽ ഖുർആൻ കോളേജും അതുപോലെ തന്നെ മറ്റൊരു സൗദമാണ്. ഇത് അല്ലാഹു വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് തീർമാറാകട്ടെ. അസ്സലാമു അലൈക്കും. ഹലോ. പ്രിയമുള്ളവരെ, പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെയും ജാമിഅ നൂരിയ പ്രിൻസിപ്പൽ ഉസ്താദ് പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ മുസ്ലിം കേരളത്തെ സംബന്ധിച്ച് ആധികാരിക പഠന ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കേരള മുസ്ലിം ഡാറ്റാ ബാങ്ക് വെബ് പോർട്ടൽ www.keralamuslimdata.com ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ച് നടത്തുന്ന മഹല്ലതല വിവരശേഖരണ ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം ഈ മഹത്തായ സമ്മേളന വേദിയിൽ വെച്ച് പൊതിയിൽ മഹല്ല് ജനറൽ സെക്രട്ടറി PT ഖാലിദ് മാസ്റ്ററിൽ നിന്നും രേഖകൾ സ്വീകരിച്ചുകൊണ്ട് കേരള മുസ്ലിം ഡാറ്റാ ബാങ്ക് വെബ് പോർട്ടൽ മുസ്ലിം മുഖ്യരക്ഷാധികാരി സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. രേഖകൾ കൈമാറുന്നതിന് വേണ്ടി അഭിവന്ദനായ PT ഖാലിദ് മാസ്റ്ററെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവർകളെയും അധ്യക്ഷന് വേണ്ടി സാദരം ക്ഷണിക്കുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നടത്തിയ പൊതുപരീക്ഷയിൽ 7ാം തരത്തിൽ 4ാം റാങ്ക് നേടിയ കരിങ്കല്ലത്താണി സിറാജുൽ ഉമ്മ വിദ്യാർത്ഥിനി നദാ നസ്രിൻ സി ഡോട്ടർ ഓഫ് ഹംസ വിദ്യാഭ്യാസ ബോർഡിന്റെ അനുമോദന പത്രവും ക്യാഷ് അവാർഡും മദ്രസ കമ്മിറ്റിയുടെ ഉപഹാരവും സമർപ്പിക്കുന്നു. അർഹനായ വിദ്യാർത്ഥിനിയെയും കൊടുക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളവറുകളെയും ക്ഷണിക്കുകയാണ്. 5ാം തരത്തിൽ 6ാം റാങ്ക് നേടിയ കരിങ്കല്ലത്താണി സിറാജുൽ ഉമ്മ വിദ്യാർത്ഥിനി ആയിഷ നാഷിദ PK ഡോട്ടർ ഓഫ് മുഹമ്മദ് നജീബ് വിദ്യാഭ്യാസ ബോർഡിന്റെ ക്യാഷ് അവാർഡും മദ്രസ കമ്മിറ്റിയുടെ ഉപഹാരവും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ശ്രദ്ധിക്കുക, സമ്മേളന നഗരിയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിർത്തിയിട്ട KL 10 AA 6221 ഇന്നോവ വാൻ ഒന്ന് മാറ്റിത്തരണമെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു സന്തോഷകരമായ കാര്യം കൂടി ബഹുമാനപ്പെട്ട തങ്ങൾ ഇസ്ലാം അല്ലെങ്കിൽ അയൽവാസിയുടെ അവകാശം ഏത് ഹിന്ദുവിനുമുണ്ടല്ലോ. ഒരു ക്രിസ്ത്യാനിയോ ഹിന്ദുവോ നമ്മുടെ വീട്ടിന്റെ സമീപത്ത് താമസിക്കട്ടെ, അവനോട് നമുക്ക് മനുഷ്യത്വപരമായ ചില കടമകളുണ്ട്. അവനെ ദ്രോഹിച്ചാൽ പടച്ചുറപ്പ് നമ്മളെ ചോദ്യം ചെയ്യും. എന്താ കാര്യം? ഒരു ജീവിയെ പോലും വേദനിപ്പിക്കാൻ പാടില്ല. പിന്നെ റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഇവിടെ ഈ പണിതുയർത്തിയ ഈ പള്ളി ഞങ്ങളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. ഇതിനു വേണ്ടി സഹകരിച്ച സാമ്പത്തികമായും ശാരീരികമായും സഹകരിച്ച എല്ലാവർക്കും നീ തക്കതായ പ്രതിഫലം നൽകണം റഹ്മാനെ. അതിന്റെ സ്വഭാവ കാരണമായി ഇന്ത്യ പാടൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സീറ്റിൽ മാത്രം ഇരുന്നാൽ മതി. സീറ്റിൽ ഇരുന്ന ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു തരുന്നതാണ്. അഭിവന്ദനായിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അഭിവന്ദനായിരിക്കുന്ന സാരഥി ഷെയ്ഖുന കോട്ടുമല TM ബാപ്പുസ്താദ് അവർകൾ
ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ സമ്മതത്തോടുകൂടി ഉദ്ബോധന ഭാഷണം നിർവഹിക്കുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദിന്റെ അധ്യക്ഷ ഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിനെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. ഏറ്റവും ആദരണീയനായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിവന്ദ്യനായ കാര്യദർശി ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് അവർകളെ, വേദിയിലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഉമറാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ ഈ ഒത്തുകൂടൽ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. ഏറ്റവും സന്തോഷകരമായ ഒരു മജ്ലിസിലാണ് ഇവിടെ നമ്മളൊക്കെ ഒത്തുകൂടിയിരിക്കുന്നത്. കരിങ്കല്ലത്താണിയിലെ അല്ലാഹുവിനെ ആരാധിക്കപ്പെടാനും അല്ലാഹുവിനെ സുജൂദ് ചെയ്യാനും അല്ലാഹുവിൻ്റെ നാമം വാഴ്ത്തപ്പെടാനും ഏറ്റവും പ്രൗഢമായ അല്ലാഹുവിൻ്റെ ഒരു ഭവനം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ളൊരു ഭവനം ഇവിടെ ഉണ്ടാകാനുണ്ടായ സാഹചര്യം നമ്മളൊക്കെ കേൾക്കുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പ്രദേശത്തുകാരെ എത്രമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു ഭവനം ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടുകൂടി ഇവിടെയുള്ള ഈ മഹല്ലത്തിൻ്റെയും ഈ പരിസര പ്രദേശത്തിൻ്റെയും ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ കാണുമ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു. കാരണം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന പള്ളി തീരെ സൗകര്യമില്ലാത്ത, ഈ തിങ്ങി നിറഞ്ഞ ആളുകളുള്ള ഒരു ടൗണിൽ വളരെ കുടുസായ ഒരു പള്ളിയായിക്കൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന പള്ളി. അത് ഇങ്ങനെയുള്ളൊരു വലിയ പള്ളിയായി മാറാനുള്ള ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ പറഞ്ഞതുപോലെ ആ പള്ളിയുടെ സ്ഥലവും മറ്റും ഇവിടെ സർക്കാരിൻ്റെ റോഡിന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പും അളവും കഴിഞ്ഞപ്പോൾ ആ പള്ളി ഇവിടുന്ന് പോകേണ്ടതായി വരുമെന്ന ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായ വിവരം കേട്ടപ്പോൾ തന്നെ ഇവിടെയുള്ള പ്രദേശത്തുകാർ മുഴുവനും വലിയ അങ്കലാപ്പിലായിരുന്നു. എനിക്കറിയാം, അവരാ സന്ദർഭത്തിൽ ഈ പള്ളി നഷ്ടപ്പെട്ടു പോയാൽ കരിങ്കല്ലത്താണി ടൗണിൽ ഇങ്ങനെയുള്ള ഒരു പള്ളി ഉണ്ടാക്കാൻ പറ്റിയ സ്ഥലം ലഭിക്കാനില്ല. ഉണ്ടെങ്കിൽ തന്നെ താങ്ങാനാവാത്ത വിധത്തിലുള്ള വലിയ വിലയാണ് ഇവിടുത്തെ ഈ പട്ടണത്തിലുള്ള ഈ ടൗണിലുള്ള സ്ഥലങ്ങൾക്കൊക്കെ വിലയായിട്ടുള്ളത്. അങ്ങനത്തെ ഒരു വില നൽകിക്കൊണ്ടുള്ളൊരു പള്ളി ഉണ്ടാക്കാൻ ഈ പ്രദേശത്ത് എങ്ങനെ സാധിക്കും? അതായിരുന്നു അവരുടെ ഇങ്ങനെയുള്ള ഒരു ഭവനങ്ങൾ
ഓരോന്നുണ്ടായി, അതിനുള്ള സാഹചര്യങ്ങളും അതിനെ തുടർന്നുണ്ടായി. അതാണ് ഇന്നിവിടെ ഈ കാണുന്ന മനോഹരമായൊരു പള്ളി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിൻ്റെ ഏറ്റവും പൊരുത്തമുള്ള ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചത് അല്ലാഹുവിൻ്റെ ഭവനമാണ്. കാരണം ആ ഭവനത്തിലുള്ള ആരാധനകളെ കൊണ്ട് അവിടെ വരുന്ന ആളുകളുടെ മുഴുവനും ആത്മീയമായ പരിശുദ്ധി അവർക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു സങ്കേതമാണ് യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത്. അതിലുള്ള ആളുകളെ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, ഫീഹി റിജാലും യുഹിബ്ബൂന യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഖിരീൻ. അതിൽ പരിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാ വരിക. അവിടെ വരുന്ന ആ ആരാധനാലയത്തിൽ വരുന്ന റിജാല്, പുരുഷന്മാരൊക്കെ പരിശുദ്ധി ആഗ്രഹിക്കുന്നവരാ. ആ പരിശുദ്ധി ആഗ്രഹിച്ചു വരുന്നവർക്ക് എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അവരുടെ ആഗ്രഹം പോലെ ആ പരിശുദ്ധി, ആ വിശുദ്ധി ആ ഭവനത്തിൽ നിന്ന് ലഭിക്കും. അങ്ങനെ ലഭിച്ചാലുണ്ടാകുന്നതും അല്ലാഹു പറഞ്ഞു, അല്ലാഹു യുഹിബ്ബുൽ മുത്തഖിരീൻ. ആ പരിശുദ്ധാത്മാക്കളെ അല്ലാഹു ഇഷ്ടപ്പെടും. അപ്പൊ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമായി തീരാൻ അല്ലാഹു നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന ഏറ്റവും പറ്റിയതായ ഒരു സങ്കേതമാണ് യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത്. ആ പള്ളിയാണ് അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ സ്ഥലം ചെറിയൊരു പൈസക്കാണ് ഈ പള്ളിക്ക് കൊടുത്തത്. ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വാങ്ങിയതായ പൈസ യഥാർത്ഥത്തിൽ ഈ പള്ളി സ്ഥലത്തിൻ്റെ ഒരു വിലയല്ല. അത്രയും ചെറിയൊരു പൈസ, അതാണ് അദ്ദേഹം അതിനാവശ്യപ്പെട്ടത്. ഏതായാലും ആ സ്ഥലം കൊടുത്തു, ആ പൈസ കൊടുത്ത് സ്ഥലം കിട്ടി. പിന്നീടതാ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി തുറക്കുന്നു. എന്താണ് ആ വഴി തുറന്നത്? ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചല്ലോ. ഒരു മാന്യദേഹം, അദ്ദേഹത്തിന്റെ ആ വലിയ ഉദാര മനസ്കത, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി എന്തും സമർപ്പിക്കാൻ തയ്യാറുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പള്ളി നിർമ്മാണം ഏറ്റെടുത്തത്. മഹാനായ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, യസ്അലൂനക മാദാ യുൻഫിഖൂൻ, നബിയെ എന്താണ് ഞങ്ങൾ ചെലവഴിക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ തങ്ങളെ സമീപിക്കും. യസ്അലൂനക മാദാ യുൻഫിഖൂൻ, എന്താ ഞങ്ങൾ ചെലവഴിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂലേ തങ്ങൾ അവരോട് പറയേണ്ടത് ഖുലിൽ അഫ്വ, നിങ്ങളുടെ ആവശ്യം കഴിച്ചതൊക്കെ ദീനിന് കൊടുക്കണം. നിങ്ങളുടെ ആവശ്യം കഴിച്ചത് മുഴുവനും ദീനിന് കൊടുക്കണം. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതാണ് നിങ്ങളുടെ ആ ധർമ്മം. അള്ളാഹുവിന്റെ ആ വചനത്തിലൂടെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവിടെയുള്ള മുസ്ലിമീങ്ങളോട് മുഴുവൻ പറയാൻ അള്ളാഹു ആവശ്യപ്പെട്ടു. ആ ബാക്കിയുള്ളത്, ആവശ്യം കഴിച്ച് ബാക്കിയുള്ളത് മുഴുവനും ദീനിനേക്ക് സമർപ്പിക്കുക. അതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ ഈ കാണിച്ച മഹാനായ ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ ഒരു ഭവനമുണ്ടാക്കി. എത്രയാണ് അതിന് സംഖ്യ ചെലവായാലും വേണ്ടില്ല, അത് ഞാൻ ഉണ്ടാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ കാര്യം ഏറ്റെടുത്തത്. അൽഹംദുലില്ലാഹ് വളരെ എളുപ്പത്തിൽ അതിൻ്റെ പണി പൂർത്തിയാക്കി. അള്ളാഹുവിനെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഭവനമായി ഇവിടെ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ മസാജിദുകൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. ആ സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായിക്കൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞ മുഹമ്മദ് അലി ഹാജി സംഭാവന ചെയ്ത ആ സ്ഥലത്ത് അദ്ദേഹം കൊടുത്ത സംഭാവന എന്ന് ഞാൻ പറയുന്നത് അത് വിലക്ക് എന്ന് പറഞ്ഞുകൂടാ. അതുകൊണ്ടാണ് എനിക്കറിയാതെ അതിലെ ചരിത്രങ്ങളൊക്കെ ആദ്യം മുതൽക്ക് തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും ആ സംഭാവന തന്നെ കിട്ടി. ആ സ്ഥലം അതിന് പൂർണ്ണമായും ആ പള്ളി ഏറ്റെടുത്തുകൊണ്ട് മഹാനായ ബാപ്പുട്ടി ഹാജി മുന്നോട്ട് വന്നതുകൊണ്ട് അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് നമുക്ക് ഈ സമുദായത്തിന് എല്ലാം തന്നെ അള്ളാഹുവിന്റെ ഷിആർ, അള്ളാഹുവിന്റെ ഷിആറാണ് അള്ളാഹുവിന്റെ ഭവനം. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് അതാണ്. അള്ളാഹുവിന്റെ ഷിആറുകളെ ഇഷ്ടപ്പെടുകയും ആ ഷിആറുകളെ ബഹുമാനിക്കാനും വന്ദിക്കാനും ആരാധിക്കാനും ആദരിക്കാനും ആര് തയ്യാറാകുന്നുണ്ടോ അവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങൾ എന്ന്
വിശുദ്ധമായ ഖുർആൻ അല്ലാഹു പഠിപ്പിച്ചതാണ്. ആ ഷിആറാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഈ മഹത്തായ ഭവനം നമ്മളുടെ ഈ നാട്ടിന് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എല്ലാവിധ ഗുണത്തോടും കൂടി നമുക്കതിനെ പരിപാലിച്ചു പോരാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ പള്ളിയുടെ എല്ലാവിധത്തിലുള്ള പരിപാലനങ്ങളും അത് ഇതിന്റെ പരിസരത്തുള്ള ആളുകൾക്ക് ഉത്തരവാദപ്പെട്ടതാണ്. അവരാണത് നടത്തിപ്പോരേണ്ടത്. പള്ളി ഉണ്ടാക്കപ്പെട്ടാൽ പോരാ, പള്ളിയിൽ സജീവമായ അള്ളാഹുവിന്റെ ആരാധനകൾ നടക്കണം. അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യണം, അള്ളാഹുവിന്റെ നാമം വാഴ്ത്തപ്പെടണം, അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിക്കൊണ്ട് അമലുകൾ ചെയ്യാനുള്ള അള്ളാഹുവിന്റെ മഹത്തായ ഭവനമാണ് പള്ളിയെന്ന്. ആ പള്ളിയായിക്കൊണ്ട് തന്നെ ഇവിടെ ഇന്ന് മഹാനായ തങ്ങളവറുകൾ ഉദ്ഘാടനം ചെയ്ത ഈ പരിശുദ്ധമായ ഭവനം, ആ ഭവനം ആ നിലക്ക് നമുക്കൊക്കെയും നിലനിർത്തിപ്പോരാൻ ഈ പ്രദേശത്തുകാർക്കൊക്കെയും അല്ലാഹു തആല തൗഫീഖും സന്മനസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വന്യരായ ഉസ്താദ് അവറുകളുടെ പ്രഭാഷണത്തിനിരിക്കുകയാണ്. അതിനു മുമ്പായി ഒരു അദബുകേടാണ് എന്ന് എനിക്കറിയാം. പക്ഷേ ഇവർ നിർബന്ധിച്ചതുകൊണ്ട് ഉസ്താദിന്റെ സമ്മതത്തോടുകൂടി 2 വാക്ക് മാത്രം പറയാൻ ഞാൻ വന്നതാണ്. ഞാൻ കൂടുതലായി ഒന്നും തന്നെ പറയുന്നില്ല. ഈ മഹത്തായ സംരംഭം, ഇങ്ങനെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായൊരു സംരംഭം, ആ സംരംഭത്തിന് നമുക്കൊക്കെ സാക്ഷികളാകാൻ സാധിച്ചു. അള്ളാഹു ഈ മഹത്തായ സംഗമം തന്നെ നമ്മളുടെ പരലോക ജീവിതത്തിലെ ഏറ്റവും പുണ്യമായൊരു സംഗമമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾക്ക് ഇതുപോലുള്ള സദസ്സ് ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹു നാളെ ഇതിന് ദാനം ചെയ്ത, ഈ പള്ളി നിർമ്മിച്ച ആളും ഇതിന് സ്ഥലം സഹായിച്ച ആളും ഇതിനു വേണ്ടി സംഭാവന ചെയ്ത ആളുകളും ഒരുപാടുണ്ട്. അവർക്കെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗലോകത്ത് ബനല്ലാഹു ലഹു ബൈത്തം ഫിൽ ജന്ന എന്ന അല്ലാഹു അവർക്കൊരു വീട് സ്വർഗ്ഗത്തിൽ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞവരുടെ കൂട്ടത്തിൽ അവരെ അല്ലാഹു ആക്കുമാറാകട്ടെ. നമ്മളെല്ലാവരെയും ഇത്തരം ദീനീ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കാനുള്ള എല്ലാവിധ സന്മനസ്സുമുള്ള, തൗഫീഖുള്ള, കഴിവുള്ള, അതിനുള്ള താല്പര്യമുള്ള ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ആക്കിത്തരുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ തുടർച്ചയായി 2 കാര്യം ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. ബഹുമാനപ്പെട്ട മുസ്ലിം കേരളത്തിന്റെ ഒരു കാലഘട്ടത്തിന്റെ ജീവനായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ആ മഹാനവറുകളുടെ നാമധേയത്തിലാണ് ഇവിടെ ഒരു സൗധം ഉണ്ടാക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മഹാനായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആദരണീയനായ അമരക്കാരനായിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. അത്രയും കരുത്തുള്ള ഒരു മഹാൻ സമസ്തയിൽ ഉണ്ടായതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഈ പ്രസ്ഥാനത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ നിലക്കുള്ള മഹാനായ ഉമർ അലി തങ്ങളവറുകളുടെ പേരിൽ അദ്ദേഹത്തിന്റെ നാമം എന്നും ഇവിടെ ഓർമ്മിക്കപ്പെടാൻ വേണ്ടി ഒരു തഹ്ഫീദുൽ ഖുർആൻ ഒരു സ്ഥാപനവും ഇതിന്റെ തുടർച്ചയായി കൊണ്ടുണ്ടാക്കാൻ പോകും. അതൊക്കെ ഏറ്റെടുക്കാനുള്ള ബാധ്യത നമുക്കാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിൽ തൊക്കെ കുറെയൊക്കെ ചെയ്യാനുള്ള അതിന്റെ വഴികളൊക്കെ നമുക്കുണ്ട്. പക്ഷെ അതിനനുസരിച്ച് കൊണ്ടുള്ള ആ ഒരു മനസ്സും നമ്മൾക്കുണ്ടാവണം. പണ്ട് പറയാറുണ്ട് ജനസ്ഥിതിയും വേണം മനസ്ഥിതിയും വേണം. അപ്പൊ ജനസ്ഥിതിയുണ്ട്, മനസ്ഥിതി ഇല്ലാതെയാ പറ്റില്ല. മനസ്ഥിതി മാത്രം ഉണ്ടായാൽ ജനസ്ഥിതി ഇല്ലെങ്കിലും കഴിയൂല. അതുകൊണ്ട് അത് രണ്ടുമുള്ള ആളുകൾ ധാരാളം ഇവിടെ ഉണ്ട്. ആ കാര്യത്തിൽ നിങ്ങളൊക്കെയും പരിപൂർണമായും സഹകരിച്ചുകൊണ്ട് അതിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവിധത്തിലും എല്ലാവിധ സഹായങ്ങളും സഹകരണങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെയും അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്ന് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ മഹത്തായ മസ്ജിദ് നമുക്ക് വേണ്ടി നിർമ്മിച്ചു തന്ന ബഹുമാനനായ സുഹൃത്ത് PK ബാപ്പുട്ടി സാഹിബ് പരിചയപ്പെടുന്നതിന് വേണ്ടി നിങ്ങളോട് സംസാരിക്കുകയാണ്. അധ്യക്ഷന് വേണ്ടി ബഹുമാനനായ PK ബാപ്പുട്ടി സാഹിബിനെ പ്രഭാഷണ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വേദിയിൽ നിൽക്കുന്നത്. പല ആളുകളും ഒന്ന് പരിചയപ്പെടണം അല്ലെങ്കിൽ കാണണം എന്നുള്ള ആഗ്രഹം ഇവിടുത്തെ ഭാരവാഹികളോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ ഉദ്ദേശത്തോടെ
1-2 മിനിറ്റ് മാത്രം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. വാക്കുകൾ കിട്ടാതെ പോവുകയോ തെറ്റുകളോ മറ്റോ സംഭവിച്ചാൽ ക്ഷമിക്കണമെന്ന് പറയുന്നു. അള്ളാഹു തന്ന ആയുസ്സിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും അതുപോലെ തന്നെ അഭിമാനിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണെന്ന്. വളരെ സാധുക്കളായിരുന്ന മിസ്കീങ്ങളായിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന് അള്ളാഹു നിഅമത്ത് തന്നപ്പോൾ ഇതിനു മുമ്പ് തന്നെ 1-2 പള്ളികൾ നിർമ്മിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അതിലുപരിയായി നമ്മുടെ നാട്ടിൽ നമ്മൾ പഠിച്ച് കളിച്ചു നടന്ന ഈ സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതിൽ അതിനുവേണ്ട സഹായം, അതിനുവേണ്ട എല്ലാ അനുഗ്രഹം തന്ന അള്ളാഹുവിനെ വളരെ ആത്മാർത്ഥമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശംസാദ് പറഞ്ഞതുപോലെ ഞാൻ ഈ പള്ളിയുടെ നിർമ്മിക്കാനുള്ള തീരുമാനം വെറും 2-3 മിനിറ്റ് കൊണ്ട് മാത്രം തീരുമാനിച്ച തീരുമാനമാണ്. കാരണം ഞാൻ അബുദാബിയിൽ നിന്ന് വരുമ്പോൾ വഴിക്ക് വെച്ചാണ് ഇവരെന്നെ പിടിച്ചത്. എൻ്റെ വീട്ടിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കരിങ്കലത്താണിയിൽ ഒരു പള്ളി നിർമ്മിക്കുകയാണെങ്കിൽ അവിടെ ആളുകൾ കൂടുതൽ നിസ്കരിക്കാൻ വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന പണം മറ്റെന്തിനും ഉപയോഗിച്ചാലും അതിലും കൂടുതൽ ലാഭകരവും എല്ലാ കാലത്തും ഇഹലോകത്തും പരലോകത്തും പ്രതിഫലം കിട്ടുന്ന ഒരു സ്ഥിരം ഡിപ്പോസിറ്റായി മാറുമെന്ന് എനിക്ക് തോന്നിപ്പിക്കുകയും എൻ്റെ ഉപ്പാനോടും എൻ്റെ ഉമ്മാനോടും എൻ്റെ അനുജനോടും ആ സമയത്ത് ഞാൻ ടെലിഫോണിലൂടെ ബന്ധപ്പെട്ട് 2-3 മിനിറ്റ് കൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ട് ഓഫർ ചെയ്യുവാനുണ്ടായത്. പക്ഷെ ഞങ്ങൾ നിബന്ധന വെച്ചത് നിങ്ങൾ സ്ഥലം നിങ്ങൾ എടുത്തു തരണം, പള്ളി ഞങ്ങൾ എടുക്കുക എന്നുള്ള നിബന്ധനയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ സ്ഥലത്തിന് വേണ്ട എല്ലാ പണവും നമ്മുടെ ഉസ്താദന്മാരും നാട്ടുകാരും വളരെ ആവേശത്തോടെ ഉണ്ടാക്കുകയും അതിന് രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ പള്ളിയുടെ പണിയുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ ദിവസത്തേക്ക് 365 ദിവസം, അതായത് ഒരു കൊല്ലം തിരഞ്ഞെടുക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ പള്ളി നമുക്ക്, അതായത് റമളാൻ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് പണികൾ കഴിയാത്തവന് സാധിച്ചില്ല. ഇന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ബഹുമാനപ്പെട്ട തങ്ങൾ അത് ഈ നാട്ടുകാർക്കായി വഖഫ് ചെയ്തിരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പള്ളി ഈ നാട്ടുകാരിൽ ഒരാളാണ് നിർമ്മിക്കുന്നതെന്ന് അറിഞ്ഞ എല്ലാവരും, പ്രത്യേകിച്ച് നമ്മുടെ പാണക്കാട് കുടുംബത്തിലെ ഓരോ അംഗങ്ങളും നമ്മുടെ പണ്ഡിതന്മാരും നമ്മുടെ ഉസ്താദന്മാരും കേട്ടവരെല്ലാം പ്രത്യക്ഷമായും പരോക്ഷമായും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് വളരെയധികം വിശ്വാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പള്ളിയുടെ ബർക്കത്ത് കൊണ്ട്, തഖ്വ കൊണ്ട് ഞങ്ങൾക്ക് ആരെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം ഈ പള്ളി ഞങ്ങളുണ്ടാക്കിയ അതേപോലെ ഉള്ള ഒരു പ്രതിഫലം, അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോ പള്ളി ഉണ്ടാക്കിയ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതല്ലെങ്കിൽ ഈ പള്ളി നിർമ്മിച്ചതുകൊണ്ട് അള്ളാഹു ഞങ്ങൾക്ക് എന്ത് നിഅമത്ത് തരുന്നോ, അല്ലെങ്കിൽ എന്ത് അനുഗ്രഹം തരുന്നോ, ആ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കുമായി ഞങ്ങളുടെ കുടുംബം ഹദിയ ചെയ്യുന്നു. ഞങ്ങൾക്ക് എന്ത് പ്രതിഫലം കിട്ടുന്നോ ആ പ്രതിഫലം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കും അള്ളാഹു തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹം നിങ്ങൾക്ക് തന്നാൽ ഒരിക്കലും ഞങ്ങൾക്ക് കുറഞ്ഞു പോവുകയില്ല എന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടും എൻ്റെ റബ്ബ് നിങ്ങൾക്ക് അധികരിച്ചു തരട്ടെ, എനിക്ക് കിട്ടുന്നതിലും ഞങ്ങൾ കിട്ടുന്നതിലും കൂടുതൽ നിങ്ങൾക്കും പ്രതിഫലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ പള്ളിയുടെ നിർമ്മാണം തുടങ്ങിയപ്പോൾ ഞങ്ങളൊരു ബഡ്ജറ്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇത്ര പൈസ കൊണ്ട് പണി പൂർത്തിയാക്കണം എന്ന ഒരു നിർബന്ധവും അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു ലിമിറ്റേഷനും ഞങ്ങൾ വെച്ചിട്ടില്ല. നമ്മുടെ തങ്ങന്മാരുടെയും നമ്മുടെ ഉസ്താദന്മാരുടെയും എല്ലാം ആവേശവും അതുപോലെ നാട്ടുകാരുടെ ആവേശമൊക്കെ അറിഞ്ഞപ്പോൾ ഏറ്റവും നന്നായി പള്ളി എടുക്കുക, എത്രയും പെട്ടെന്ന് പള്ളി പണി തീർക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനൊരു ഒരു ബഡ്ജറ്റ് തീരുമാനിക്കാതെ എത്ര ആയാലും പള്ളി മാക്സിമം നന്നാക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. പള്ളിപ്പണിയുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലുള്ള ഓരോരുത്തരും വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അവരുടെ ഒഴിവ് സമയങ്ങളെല്ലാം വന്ന് നോക്കി കുറ്റങ്ങളും കുറവുകളും നോക്കിയിട്ടുണ്ട്. ഞാൻ ഓരോരുത്തരുടെയും പേര് എടുത്ത് പറയണില്ല, അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും വിട്ടുപോകും. പക്ഷേ ഞാൻ ഒരാളെ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കരീം കാക്ക, അദ്ദേഹത്തിന് രാവും പകലും ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ കരിങ്കലത്താണിയോടും അതിനോടനുബന്ധിച്ച നമ്മളെ ചെറുപ്പക്കാർ കുട്ടികൾ അവർ കാണിച്ച ആവേശം വളരെയധികം സന്തോഷകരമായിരുന്നു. അവരുടെ പഠിത്തത്തിലും വിദ്യാഭ്യാസത്തിലും അവരുടെ ഭാവി ജീവിതത്തിലും അള്ളാഹു ഗുണം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വേറെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇന്നലെ പള്ളി സ്ത്രീകൾക്കായി തുറന്നു വെച്ചിരുന്നു. എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് വളരെയധികം സ്ത്രീകൾ ഇവിടെ വരികയും ചിലവരൊക്കെ ഞാൻ കണ്ടു നിസ്കാരക്കുപ്പായം കൊണ്ടുവന്ന് ഇവിടെ നിസ്കരിക്കുന്നതും വളരെ ഭക്തിഭയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നതും കണ്ടു. വളരെയധികം സന്തോഷം തോന്നി. പക്ഷേ കുറച്ച് വേദനയും തോന്നി. വേദന എന്തെന്നാൽ നമ്മുടെ ഈ ചെറിയ പള്ളിയിൽ അവർ വന്ന് കാണിച്ച ആ ഭക്തിയും ആ ആദരവും കണ്ടപ്പോൾ നമ്മൾ 5 നേരവും മുന്നിട്ട് നിന്ന് നിസ്കരിക്കുന്ന കഅബ ഷരീഫ് കണ്ടാലോ അല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫ് അവരെത്തിപ്പെട്ടാൽ എത്ര സന്തോഷം അവർക്കുണ്ടാവും എന്നെനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ടാണ് വേദന ഉണ്ടായത്. പക്ഷെ ഞാനൊരു തീരുമാനത്തിൽ എത്തുകയുണ്ടായി. നമ്മളുടെ മഹല്ല് ഫെഡറേഷന്റെ പരിധിയിൽപ്പെട്ട ആ മഹല്ലുകളിൽ നിന്നും ഒരു 10 പേരെ, അതായത് ഏറ്റവും പാവപ്പെട്ടവരും ദീനി ചിട്ടയോട് നടക്കുന്ന 10 പേരെ സ്ത്രീകൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് ഉംറക്ക് കൊണ്ടുപോകാൻ വേണ്ട എല്ലാ ചെലവുകളും ഞങ്ങൾ എടുക്കുക എന്ന ഒരു തീരുമാനമുണ്ടായി. അത് ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അത് മഹല്ല് ഫെഡറേഷൻ കമ്മിറ്റികൾ ആ 10 വ്യക്തികളെ തിരഞ്ഞെടുത്താൽ ഇന്നു മുതൽ എപ്പോഴായാലും അവരുടെ സൗകര്യപ്രകാരം പോകുന്നതിനും ഉംറ നിർവഹിച്ച് തിരിച്ചു വരുന്നതിനുള്ള എല്ലാ ചെലവുകളും ഞങ്ങൾ എടുക്കാം എന്ന് ഇവിടെ വാഗ്ദാനം ചെയ്യുന്നു. അതിന് മഹല്ല് കമ്മിറ്റികൾ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. നമ്മുടെ വീട്ടിൽ വന്ന് അതൊരു പ്രശ്നമാക്കാതെ ഞങ്ങളോട് നേരിട്ട് ബന്ധപ്പെടാതെ കമ്മിറ്റി അംഗങ്ങൾ മാത്രം അത് കൈകാര്യം ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി കൂടുതലായൊന്നും പറയാനില്ല. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും ഇതുപോലത്തെ ഭവനങ്ങൾ ഉണ്ടാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ സമ്മേളന നഗരിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഭക്ഷണ വിതരണം നടക്കുകയാണ്. ഭക്ഷണം വിതരണം സുഗമമായി വിതരണം ചെയ്യുന്നതിന് വേണ്ടി സമ്മേളന നഗരിയുടെ പുറകുഭാഗത്ത് പള്ളിയോട് ചാരി നിൽക്കുന്ന മുഴുവൻ ആളുകളും ദയവ് ചെയ്ത് കസേരകളിലിരുന്ന് സദസ്സിൽ വന്നിരിക്കണമെന്ന് അറിയിക്കുകയാണ് എന്ന് പ്രത്യേകം സംഘാടകർ ഉണർത്തുകയാണ്. ഭക്ഷണ വിതരണം സുഗമമായി നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളും നിൽക്കുന്ന മുഴുവൻ ആളുകളും മുൻപിലുള്ള കസേരകളിൽ വന്നിരുന്ന് സഹകരിക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി ഉണർത്തുകയാണ്. നമ്മുടെ ഈ മഹത്തായ പരിപാടി സമസ്ത കേരള
ജമിയത്തുൽ ഉലമയുടെ അധികനായ ജനറൽ സെക്രട്ടറി സുന്നി കൈരളിയുടെ ആത്മാഭിമാനം ശൈഖുന ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ അധ്യക്ഷ പ്രഭാഷണം നിർവഹിക്കുകയാണ്. പ്രഭാഷണ വേദിയിലേക്ക് ഉസ്താദ് അവറുകളെ സാദരം ക്ഷണിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من عذابه وعقابه ومن شر عباده ومن همزات الشياطين وأن يحضرون. بسم الله خير الأسماء في الأرض والسماء. الحمد لله. أشهد أن لا إله إلا الله وأشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق. والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أما بعد فأوصيكم أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر. صدق الله مولانا العظيم. من بنى لله مسجدا بنى الله له بيتا في الجنة. وصدق رسوله الكريم. വന്യരായ ഉലമാക്കളെ, ഉമറാക്കളെ, സാദാത്തുക്കളെ, മഹൽ വ്യക്തികളെ, മറ്റ് സഹോദരീ സഹോദരന്മാരെ, ഈ മഹത്തായ കരിങ്കല്ലത്താണി ടൗൺ ജുമാ മസ്ജിദ് ഉദ്ഘാടന മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ തൗഫീഖ് തന്ന റബ്ബുൽ ഇസ്സത്തിനെ ആദ്യമായി ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിന് കളമൊരുക്കിയ സംഘാടകരെയും പ്രവർത്തകരെയും സഹായികളെയും ഞാൻ അഭിനന്ദിക്കുകയും അല്ലാഹു തആല രണ്ടു വീട്ടിലും അവർക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മഹാനായ ശംസുൽ ഉലമ തങ്ങളവരുടെ പേര് നൽകപ്പെട്ട നഗറിലാണ് നാം സ്ഥിതി ചെയ്യുന്നത്. മഹാനവരുടെ ദറജ അല്ലാഹു തആല ഉയർത്തിക്കൊടുക്കട്ടെ. മഹാനവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് രണ്ടു വീട്ടിലും അല്ലാഹു തആല നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തി തരട്ടെ. നാം ഇപ്പോൾ ഇവിടെ ഉദ്ഘാടന കർമ്മം നടത്തിയ സ്ഥാപനം, അതിന് മസ്ജിദ് എന്നാണ് പേര്. അറബിയിൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. ശരീഅത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അർത്ഥം അല്ലാഹു തആലാന്റെ ഇബാദത്തിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഗേഹം എന്നാണ് മസ്ജിദ് എന്ന വാക്കിൻ്റെ അർത്ഥം. പരിശുദ്ധ ഖുർആനിൽ 26 സ്ഥലത്ത് മസ്ജിദ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതേ അർത്ഥം വരുന്ന ബൈത്ത് ബുയൂത്ത് 16 സ്ഥലത്ത്. അപ്പോൾ 26ഉം 16ഉം 42 സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ മഹൽ സ്ഥാപനമാണ് മസ്ജിദ് എന്ന് പറയുന്നത്. ഈ മഹത്തായിരിക്കുന്ന സ്ഥാപനത്തിന്
മറ്റു ചില പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു പേര് സൂഖുൽ ആഖിറ. ഇതിന്റെ പുറത്തേക്ക് നിന്നാൽ വലിയ അങ്ങാടിയും ടൗണുമാണത്. ഈ പള്ളിന്റെ പേര് തന്നെ കരിങ്കല്ലത്താണി ടൗൺ ജുമാ മസ്ജിദ് എന്നാണ്. പുറത്ത് അങ്ങാടിയുണ്ട്, ഇവിടെ 2 അങ്ങാടി സമ്മേളിച്ച സ്ഥലമാണ്. ഒന്ന് നമ്മൾ സാധാരണ പറയുന്ന അങ്ങാടി, പള്ളി എന്നത് മറ്റൊരങ്ങാടിയാണ്, മസ്ജിദുൽ സൂഖുൽ ആഖിറ. അവിടെ കാണുന്നത് സൂഖു ദുന്യ. 2 അങ്ങാടിയാണ് ഈ ലോകത്ത് നിലകൊള്ളുന്നത്. അത് ഒന്നാമത്തേൻ്റെ പേര് നമുക്കൊക്കെ പരിചയമുള്ള സൂഖു ദുന്യ, ദുന്യവിയായ അങ്ങാടി. ദുന്യാവിൽ ജീവിക്കുന്ന ആളുകൾക്കുള്ള എല്ലാ വിഷയങ്ങളും അവിടുന്ന് കിട്ടും. അരി സാമാനങ്ങൾ, മറ്റുള്ള എന്തെല്ലാം വേണോ അതൊക്കെ അവിടുന്ന് ലഭ്യമാവും. അതുകൊണ്ടാണ് സൂഖു ദുന്യ എന്നതിന് പേരിടാൻ കാരണം. പിന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ കഫംപട, മൂക്കിൻ്റെ ഉള്ളിലും മറ്റൊക്കെ തിരിയുന്ന പഞ്ഞി, ജിയാരൊക്കെ അതും അവിടുന്ന് കിട്ടും. അതിൻ്റെ ശേഷം പിന്നെ ഈ വ്യക്തിക്ക് ഇവിടെയുള്ള യാതൊന്നും ഫലപ്പെടില്ല. ഒരു കൊട്ട തക്കാളി അവൻ്റെ തലൻ്റെ കൊണ്ട് വെച്ചത് കൊണ്ട് റബ്ബറിൽ വെച്ചുകൊണ്ടൊരു ഗുണം കിട്ടില്ല. പിന്നെ അവന് കിട്ടേണ്ടത് നിസ്കാരം, ജമാഅത്ത്, ജുമുഅ, ദിക്ർ, ദുആ, ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളാണ്. അത് വാങ്ങുന്ന സ്ഥലമാണ് പള്ളി. അതുകൊണ്ടാണ് ഇതിന് സൂഖുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്ന ടൗൺ എന്ന് മഹാന്മാർ പേര് വെക്കാൻ കാരണം. ഇങ്ങനെയുള്ള മഹത്തായ സ്ഥാപനം നിർമ്മിച്ചാൽ ശരീഅത്തിൽ അതിന് വലിയ സ്ഥാനമുണ്ട് എന്ന് ഹദീസ് ഷരീഫിൽ വന്നിട്ടുണ്ട്. അതിലേക്ക് സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മൻ ബനാ ലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന എന്ന ഹദീസ്. നേരെ അർത്ഥം പറയുകയാണെങ്കിൽ മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, അല്ലാഹുവിന് വേണ്ടി ഒരു പള്ളി ഒരുത്തൻ നിർമ്മിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അല്ലാഹുത്തിൽ അവനൊരു ബംഗ്ലാവ് എടുത്തു കൊടുക്കുന്നതാണ്. ഇമാം ബുഖാരി, മുസ്ലിം ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ലോകത്തൊരാൾക്കും നിഷേധിക്കാൻ കഴിയുന്ന ഹദീസല്ലത്. ഇതിന്റെ നേരെ അർത്ഥം ഒന്നുകൂടി വിപുലീകരിച്ച് പറയുകയാണെങ്കിൽ മൻ ബനാ ലില്ലാഹി മസ്ജിദൻ എന്ന തൻവീൻ അറബി നിഘണ്ടു അല്ല, അറബി ഭാഷയും അതിൻ്റെ ഗ്രാമറൊക്കെ അറിയുന്ന ആളുകൾക്ക് തഖ്ലീലിന്റെ തൻവീൻ എന്ന് പറയും. അപ്പൊ അർത്ഥം മൻ ബനാ മസ്ജിദൻ, ചെറിയാൽ ലില്ലാഹി അല്ലാഹുവിനിക്ക് ചെറിയൊരു പള്ളി നിർമ്മിച്ചാൽ, ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, ബൈതൻ എന്ന തൻവീൻ തഅവീമിന്റെ തൻവീനാണ് എന്നാണ് മഹാന്മാർ പറഞ്ഞത്. അപ്പോൾ ബമ്പിച്ചൊരു ബിൽഡിങ്, ബമ്പിച്ചൊരു ബംഗ്ലാവ് അള്ളാഹുവിന് എടുത്തു കൊടുക്കുന്നതാണ് എന്നർത്ഥമായി. ഒന്നുകൂടി പറയുകയാണെങ്കിൽ, വ്യാഖ്യാനിക്കുകയാണെങ്കിൽ മൻ ബനാ ലില്ലാഹി മസ്ജിദൻ, ഏറ്റവും ചെറിയ ഒരു പള്ളി ഒരുത്തൻ നിർമ്മിച്ചാൽ, വേറൊരു റിപ്പോർട്ടിൽ വന്നത് വലൗക മഫ്ഹസി ഖതാത്തിൻ, ഒരു കാടപ്പക്ഷി മുടടാൻ വേണ്ടി ഒരു കുഴി ഉണ്ടാക്കും. അങ്ങനെയുള്ള ഒരു കാടപ്പക്ഷി അത് മുടടാൻ വേണ്ടി ഉണ്ടാക്കുന്ന കുഴിന്റെ അത്ര വലിപ്പമുള്ള ഒരു പള്ളിയാണ് വമ്പിച്ചൊരു ബംഗ്ലാവ് എടുത്തു കൊടുക്കുന്നതാണ് എന്നാവും അപ്പർത്ഥം ഈ ഹദീസിന്. അപ്പം ഒരു കാടക്കൂട്, കാടക്കിരിക്കാൻ പറ്റിയൊരു സ്ഥലം, അങ്ങനത്തെ ഒരു പള്ളി എടുത്താലും സ്വർഗത്തിൽ അല്ലാഹു തആല അവന് വമ്പിച്ചൊരു ബംഗ്ലാവ് കൊടുക്കുന്നതാണ് എന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഒരു സംശയം അവിടെ സ്വാഭാവികമായിട്ടും തോന്നും. ഒരു കാടക്കിരിക്കാൻ പറ്റിയ പള്ളി മനുഷ്യന്റെ തലയോ മറ്റോ അതിലേക്ക് ഇടാൻ പറ്റുമോ? മനുഷ്യൻ ഇരിക്കണ പിന്നല്ലേ. അങ്ങനത്തെ പള്ളി കൊണ്ട് എന്താ ഉപകാരം? അതിന് മറുപടി അറിയാന്നല്ലാതെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്യമായതുകൊണ്ട് അത് തള്ളാൻ കഴിയില്ല. അതിന് വ്യാഖ്യാനിക്കണം. അതിന് മഹാന്മാർ
വ്യാഖ്യാനിച്ചത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഇവിടെ സ്ഥലം എടുത്തതുപോലെ കൂട്ടായിട്ട് പല ആളുകളും പള്ളിക്ക് വേണ്ടി സ്ഥലം എടുക്കുന്നതെന്ന് കേട്ടിട്ട് ഇവിടെ പല ആളുകളും അതിന് സഹായിച്ചു. അതിൻ്റെ ആദ്യ വഴങ്ങ് ഉദ്ഘാടനത്തിന് ഞാനിവിടെ വന്നിരുന്നു. അന്ന് പള്ളിക്ക് സ്ഥലമെടുക്കണ ആ പരിപാടിയിലാണ്. അങ്ങനെ പള്ളിക്ക് പല ജാതി ആളുകളിൽ നിന്നും പിരിവ് വാങ്ങി. ഒരുത്തൻ്റെ പിരിവ് അവൻ്റെ കഴിവുകേടുകൊണ്ട്, അവൻ്റെ വിളവ് കൊണ്ടോ യുക്തി കൊണ്ടോ അല്ല, ഒരു കാടക്കൂട് കെട്ടാൻ മാത്രമേ ഉള്ളൂ. അത് ഇത്ര വരിയാണ് അവനത് നൽകിയത്. എന്നാലും ശരി, അല്ലാഹു തആല അവന് വലിയൊരു ബംഗ്ലാവ് എടുത്തു കൊടുക്കുന്നതാണ് എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മഹാന്മാർ പറയുന്നു. അപ്പോൾ ഒരു കാടക്കൂടിൻ്റെ അത്ര വലിപ്പമുള്ള പള്ളിയാണെങ്കിലും ശരി, വനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു തആല വമ്പിച്ചൊരു ബംഗ്ലാവ് അവന് എടുത്തു കൊടുക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ നിബന്ധന മൻ ബന ലില്ലാഹി മസ്ജിദൻ എന്നാണ് പറഞ്ഞത്. മൻ ബന മസ്ജിദൻ ലില്ലാഹി എന്ന് പറഞ്ഞാലും ഏതാനും അതിൻ്റെ അർത്ഥമൊക്കെ വരും. മൻ ബന ലില്ലാഹി മസ്ജിദൻ, മൻ ബന മസ്ജിദൻ ലില്ലാഹി. പക്ഷേ പുണ്യനബി ഇവിടെ പറഞ്ഞത് മൻ ബന ലില്ലാഹി മസ്ജിദൻ, ലില്ലാഹി, അതിന് മുൻഗണന നൽകിക്കൊണ്ട്. അപ്പം ചെയ്യുന്നത് മുഴുവൻ ലില്ലാഹിക്കാവണം എന്ന നിബന്ധനയോടുകൂടെ ഇഖ്ലാസോടുകൂടെ ചെയ്താൽ അത് ഇവൻ്റെ കഴിവ് വളരെ ചെറിയതായതുകൊണ്ട് ഒരു കാടക്കൂടിന് മാത്രം വരിയെ കൊടുക്കാൻ കഴിയുള്ളൂ. എന്നാൽ അവനും അല്ലാഹു തആല വലിയൊരു ബംഗ്ലാവ് കൊടുക്കും. അപ്പം പള്ളിപ്പണി അതെടുക്കൽ ബഹുമാനപ്പെട്ട ശരീഅത്തിൽ വമ്പിച്ച പുണ്യമുള്ള കാര്യമാണ് എന്ന് ഇമാം ബുഖാരി, മുസ്ലിം ഏകോപിച്ച ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അങ്ങനത്തെ മഹത്തായിരിക്കുന്ന ക്രിയ പല ആളുകളും കൂടി ഇതിൻ്റെ സ്ഥലം നിർമ്മിച്ചു. ഒരു മഹൽ വ്യക്തി ബാപ്പുട്ടി എന്ന ആള് ഇതിന് വമ്പിച്ച തുക ചെലവഴിച്ചുകൊണ്ട് ഇവിടെ മനോഹരമായ സൗകര്യമുള്ള ഒരു പള്ളി നിർമ്മിച്ചു തരികയും ചെയ്തു. റബ്ബുൽ ഇസ്സത്ത് ഇതൊക്കെ അല്ലാഹു തആല അവരിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്നീ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇവിടെ പള്ളിയാണ് ഉദ്ഘാടനം ചെയ്ത് മസ്ജിദ്. ഇത് എപ്പോഴും നമ്മോട് പറയുന്നത് നിസ്കാരത്തെ പറ്റിയാണ്. ബഹുമാനപ്പെട്ട ശരീഅത്തിൽ ഏറ്റവും അതിപ്രധാനമുള്ള മഹത്തായിരിക്കുന്നൊരു ക്രിയയാണ് നിസ്കാരം. നിങ്ങൾ സാധാരണ വഅദിൽ കേൾക്കാറുണ്ട്, തടി കൊണ്ടെടുക്കുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും അധികം പുണ്യപ്പെട്ട ഇബാദത്ത് നിസ്കാരമാണ് എന്ന് സാധാരണ നമ്മൾ വഅദ് കേൾക്കുന്നതാണ്. നിസ്കാരമാണ് ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഇബാദത്ത്. മഹാന്മാർ അവിടെ ഒരു ഖൈദൊക്കെ കൊടുക്കുന്നുണ്ട്. അതായത് ഇൽമ് പഠിക്കൽ, പഠിപ്പിക്കൽ കഴിച്ചു വെച്ചാൽ, അത് കഴിച്ചാൽ പിന്നെ ഏറ്റവും വലിയ ഇബാദത്ത് നിസ്കാരമാണ്. അങ്ങനത്തെ മഹത്തായിരിക്കുന്ന നിസ്കാരത്തിലേക്ക് നമുക്ക് സിഗ്നൽ നൽകുന്ന ഒരു നോട്ടീസ് ബോർഡാണ് മസ്ജിദ് എന്ന് പറയുന്നത്. നിസ്കാരത്തിൻ്റെ പ്രധാന ഭാഗമായ സുജൂദ്, അതിൽ നിന്ന് പേരെടുത്തുകൊണ്ടാണ് ഈ സ്ഥാപനത്തിന് മസ്ജിദ് എന്ന് പേരിട്ടത്. അപ്പോൾ നിസ്കാരം നിസ്കാരം എന്നാണ് ഈ മഹത്തായ സ്ഥാപനം നമ്മോട് പറയുന്നത്. അപ്പം നിസ്കാരത്തിൻ്റെ കാര്യം നാം വളരെയധികം ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ ഉണർത്തുകയാണ്. നാം എല്ലാവരും ഈ സന്ദർഭത്തിൽ സ്വയം മനസ്സുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കണം. ഇതുവരെ വല്ല വീഴ്ചയും നിസ്കാരത്തിന് നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഉദ്ഘാടനത്തോടുകൂടെ അങ്ങനെ വീഴ്ച ഇനി പറ്റിക്കൂടാ എന്ന് ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം. ഒരു ഫർദ് നമസ്കാരവും ഖളാഇല്ല, കഴിവതും ജമാഅത്തായിട്ട് നടത്തുന്നതാണ് എന്നത് ഒരു പ്രതിജ്ഞ എടുക്കേണ്ട സന്ദർഭമാണിത്. പള്ളി ഉദ്ഘാടനത്തോടുകൂടെ പള്ളി ഉദ്ഘാടനമാണ് ചെയ്തു, എല്ലാവരും ഇങ്ങനെ കേട്ടു, അത് പ്രകാരം തന്നെ ഭക്ഷണം കാര്യമൊക്കെ തന്നൊക്കെ സ്വീകരിച്ച് അത് മാത്രം പോരാ. ഈ ഒരു പ്രതിജ്ഞ നമ്മളെ ഉള്ളിലുണ്ടാവണം. ഇനി ഇവിടുന്നാണ്ട് നിസ്കാരത്തിനെ പറ്റി വളരെയധികം ശ്രദ്ധ ഞാൻ ചെലുത്തുന്നതാണ്. ഒരു കാരണവശാലും
നിസ്കാരം ഖളാ ആക്കുകയില്ല. കാരണം ഇവിടെ കുറേ ചെറുപ്പക്കാരും പല ആളുകളുണ്ടല്ലോ, അവരിൽ നിന്നൊക്കെ ചില അപാകതകൾ വന്നേക്കും. ഈ സന്ദർഭത്തിൽ നിങ്ങളൊക്കെ മനസ്സിൽ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടത് നിസ്കാരം ഖളാക്കണ വർത്താനല്ല, കഴിവതും ജമാഅത്തായി അത് അനുഷ്ഠിക്കും എന്നൊക്കെ ഒരു പ്രതിജ്ഞ എടുക്കേണ്ടുന്ന സന്ദർഭത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. ബഹുമാനപ്പെട്ട നിസ്കാരത്തെ പറ്റി നിരവധി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ മഹാന്മാർ സൂഉൽ ഖാത്തിമത്ത് വരുന്ന പ്രവർത്തനങ്ങൾ എണ്ണി 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 പറയട്ടെ. മരിക്കണ സമയത്ത് ഈമാൻ ഊരിപ്പോവും. ആ ജാതി പ്രവർത്തനം, ഇവന്റെ ഈമാൻ ഊരുന്ന കാര്യങ്ങൾ ധാരാളം മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായി പറഞ്ഞത് അത്തഹാവുനു ബിസ്സല, നിസ്കാരം കൊണ്ടുള്ള അശ്രദ്ധ. അങ്ങനെ അവൻ പോയി റോക്കളായി മരണപ്പെട്ടാൽ അവന്റെ ഈമാൻ ഊരിപ്പോകാൻ അവകാശമുണ്ട്. സൂഉൽ ഖാത്തിമത്ത് വന്നു കളയും. അപ്പോൾ ആചാര്യ മരണപ്പെട്ടു, 9 മണിക്ക് മയ്യത്തെടുക്കും, ഇന്ന പള്ളിയിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കും, ഇന്ന സ്ഥലത്ത് മറയിക്കും എന്നൊക്കെ നമ്മൾ പറയും വേണം. അത് നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷേ അയാൾ ചുഴലയിലെത്തിയിട്ടുണ്ടാവും എന്നാണ് മഹാന്മാർ പറയുന്നത്, നിസ്കാരം കൊണ്ട് അശ്രദ്ധയുള്ള ആളാണെങ്കിൽ. അപ്പോൾ സൂഉൽ ഖാത്തിമത്ത് വരുത്തുന്ന പ്രവർത്തനങ്ങൾ വെച്ച് നമ്പർ 1 മഹാന്മാർ രേഖപ്പെടുത്തിയത് അത്തഹാവുനു ബിസ്സലാ, നിസ്കാരം കൊണ്ടുള്ള അശ്രദ്ധ. സൂഉൽ ഖാത്തിമത്ത് എങ്ങാനും വന്നുപോയാൽ പരാജയപ്പെട്ടു. സ്വർഗം കണി കാണാൻ കഴിയില്ല, നരകത്തിൽ കാലകാലം താമസിക്കേണ്ടി വരും. അതാണ് സൂഉൽ ഖാത്തിമത്തിനുള്ള തകരാറ്. അതിൽ വഴിയായിട്ട് മഹാന്മാർ എണ്ണുന്നതിൽ നമ്പർ 1 ചൊല്ലിയത് അത്തഹാവുനു ബിസ്സലാ, നിസ്കാരം കൊണ്ടുള്ള അശ്രദ്ധ. അത് ഖളാക്കണേനോ മറ്റൊരു പ്രശ്നമല്ല. അങ്ങനെ പോയി വയസ്സൊക്കെ കളഞ്ഞ് എങ്കിൽ ഈമാൻ ഊരിപ്പോകാൻ അവകാശമുണ്ട്. ഇങ്ങനെ പലതും മഹാന്മാർ എണ്ണുന്നതിൽ തുടങ്ങിയത് അതുകൊണ്ടാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പം നിസ്കാരം നമ്മെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ശക്തിയുള്ള കാര്യമാണ്. തുക്ഷഫുൽ ഖുറബുൽ ഇവാം, വലിയ വലിയ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് തുറവടിയാക്കപ്പെടും. ബിസ്സല, മഹാന്മാരുടെ വലിയ വലിയ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ തുറവടിയാക്കൽ അത് നിസ്കാരം കൊണ്ടാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വലിയ മഹാന്മാർക്കൊക്കെ വലിയ വിഷമം വന്നാൽ നിസ്കാരം ഒന്നും കൂടി ഊർജിതപ്പെടുത്തും. സുന്നത്ത് നമസ്കാരങ്ങൾ അവർ ഒന്നും കൂടി വർദ്ധിപ്പിക്കും. ഇങ്ങനെയാണ് അവർക്കുള്ള സ്വഭാവമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുൻകാല മഹാന്മാരെ സ്ഥിതി അതാണ്. അപ്പം അത്രയധികം നാം ബന്ധപ്പെടേണ്ടുന്ന മഹത്തായ വിഷയമാണ് നിസ്കാരം. അതിലേക്കാണ് നമ്മെ വിരൽ ചൂണ്ടുന്നത്. അത് പ്രകാരം തന്നെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ള ആള് അത് ഛർദ്ദിക്കാതെ അതിൻ്റെ ഹക്കുകളൊന്നും ശരിക്ക് വീട്ടാതെ അങ്ങനെ അവനത് മരണപ്പെട്ടുപോയി, കറക്റ്റായിട്ട് അതൊന്നും ചെയ്യൂല എങ്കിൽ സൂഉൽ ഖാത്തിമത്ത് വന്നു കളയും എന്ന് മഹാന്മാർ രേഖപ്പെടും. അത് പ്രകാരം തന്നെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതെ അവരെ നിന്ദിക്കുകയും അവരെ ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ട് നടക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അവനും സൂഉൽ ഖാത്തിമത്ത് വരാൻ അവകാശമുണ്ട്. മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹറബ്, എൻ്റെ വലിയനോട് ആരെങ്കിലും എതിര് പ്രവർത്തിച്ചാൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സൂഉൽ ഖാത്തിമത്ത് അവന് നൽകും എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മഹാന്മാർ പറയും. ഇങ്ങനെ അവസാനം ഈമാൻ ഊരി ചത്തുപോകുന്ന പല ജാതി പ്രവർത്തനത്തിൽ ഒന്നാമതായി എണ്ണിയത് നമസ്കാരമാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഇവിടെ വച്ചിട്ട് നമസ്കാരം അതൊരു നിലക്കും നമ്മൾ ഉപേക്ഷിക്കുകയില്ല എന്ന് നമ്മൾ സ്വയം കരാർ ചെയ്തുകൊണ്ടായിരിക്കണം ഈ മഹത്തായ ഉദ്ഘാടന വേളയിൽ നാം സമ്മേളിക്കേണ്ടത്, സംബന്ധിക്കേണ്ടത് എന്നീ അവസരത്തിൽ ഉണർത്തുകയാണ്. ഇങ്ങനെ എണ്ണീറ്റ് അവസാനം മഹാന്മാർ എണ്ണുന്നത് വഅഖ്വഫു മാ
യുഖാഫു മിൻഹു സൂഉൽ ഖാത്തിമ, സൂഉൽ ഖാത്തിമത്ത് വരാൻ ഏറ്റവും അധികം അവകാശപ്പെട്ടത് അൽ ബിദ്അത്തു ഫിദ്ദീൻ, ദീനുള്ള ബിദ്അത്താണ്. സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം ഒഴിവാക്കി ദീനിൽ ബിദ്അഈ വിശ്വാസം പുലർത്തി വരിക, മുത്തനാശയക്കാരനാകുക, സുന്നത്ത് ജമാഅത്തിന്റെ ആ മേഖലയിൽ നിന്നുകൊണ്ട് ഒഴിയുക. ഇതാണ് ഏറ്റവും അധികം സൂഉൽ ഖാത്തിമത്ത് വരാൻ അവകാശപ്പെട്ടത് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വഅഖ്വഫു മാ യുഖാഫു മിൻഹു സൂഉൽ ഖാത്തിമ, സൂഉൽ ഖാത്തിമത്ത് വരാൻ ഏറ്റവും അധികം അവകാശപ്പെട്ടത് അത് അൽ ബിദ്അത്തു ഫിദ്ദീൻ, ദീനിൽ ബിദ്അത്താണ്. അപ്പോൾ വളരെയധികം നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണത്. സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണം. നിസ്കാരം പോലത്തെ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ അതൊക്കെ വളരെ കറക്റ്റായി ചെയ്തിട്ടില്ലെങ്കിൽ സൂഉൽ ഖാത്തിമത്ത് വന്നോളും. എന്നാൽ പിന്നെ കാലാകാലം വലിയ പരാജയത്തിൽപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പിന്നെ പള്ളിയെ പരിപാലിക്കൽ, അതിൻ്റെ ഒത്താശയിൽ അതിൻ്റെ ഖാദിമാകൽ വളരെ നല്ല ലക്ഷണമാണെന്ന് ഹദീസ് ശരീഫിൽ വന്നിട്ടുണ്ട്. ഇദാ അഹബ്ബല്ലാഹു അബ്ദൻ, ഒരു വ്യക്തിനെ ഇഷ്ടപ്പെട്ടാൽ ജഅലഹു ഖയ്യിമ മസ്ജിദിൻ, അല്ലാഹു തആല അവനൊരു പള്ളിൻ്റെ കാര്യകർത്താവായി, അതിൻ്റെ ഒരു പ്രവർത്തകനായി, അതിൻ്റെ ഒരു സഹായിയായി അള്ളാഹുവനാക്കി തീർക്കും. ഇത് അല്ലാഹ് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ ലക്ഷണമാണെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവൻ്റെ ആയുസ്സിൽ, അവൻ്റെ കഴിവിൽ, അവൻ്റെ യുക്തിയിൽ, അവൻ്റെ ചിന്താശക്തി കുറേ ഭാഗം പള്ളിയുമായി ബന്ധിപ്പിച്ചിട്ട് ചെലവഴിക്കാൻ അള്ളാഹുവിനൊരു തൗഫീഖ് കൊടുക്കും. ഇത് അല്ലാഹ് ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ ലക്ഷണമാണെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയെ മഹബത്ത് വെക്കുന്ന, പള്ളിൻ്റെ ഖാദിമായ, നിങ്ങൾക്ക് പല മഹല്ലത്തുകാരായിരിക്കും, നിങ്ങളുടെ മഹല്ലത്തിലൊക്കെ പള്ളികളുണ്ട്, അതിൻ്റെയൊക്കെ മുഹിബ്ബീങ്ങളും അതിൻ്റെ ഖാദിമീങ്ങളുമായി നിങ്ങൾ നിലകൊള്ളണം. എല്ലാവരും കമ്മിറ്റി അംഗമാകുക, എല്ലാവരും പ്രസിഡൻ്റാകുക എന്നതിനർത്ഥമല്ല. അവരെ മാതിരി പ്രവർത്തിച്ചാൽ, പേര് പ്രസിഡന്റ് എന്നുള്ളവർക്കല്ല അള്ളാഹുവിൻ്റെ നോട്ടം, ഇവൻ പള്ളിക്കൊത്താശ ചെയ്തോ ഇല്ലേ എന്നതിലേക്കാണ്. അപ്പോൾ നമ്മളൊക്കെ പള്ളിൻ്റെ ഖാദിമീങ്ങളാവണം. നല്ല ലക്ഷണമാണത് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. വൈദാ അബ്ഗളഹു, ഒരു വ്യക്തിയോട് അറപ്പും വെറുപ്പുമാണെങ്കിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ലക്ഷണം ജഅലഹു ഖയ്യിമ ഹമ്മാം, കുളിമറ കക്കൂസിൻ്റെ ഒരു പ്രവർത്തകനായി അള്ളാഹുനാക്കും. ഒരു കക്കൂസിൻ്റെ വർക്കറാണ്. അതിന് മഹാന്മാർ പറഞ്ഞ വ്യാഖ്യാനം, അല്ലാഹു തആല പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, പല ജാതി കളികൾ വിനോദങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ കമ്മിറ്റി അംഗം, അതിൻ്റെയൊക്കെ ഒരു വർക്കർ, അതിൻ്റെ വലിയൊരു പ്രവർത്തകൻ ആയിട്ട് അള്ളാഹുനാക്കും. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത വ്യക്തിൻ്റെ ലക്ഷണമാണത്. അവൻ്റെ വയസ്സും അവൻ്റെ കഴിവും അവൻ്റെ ആയുസ്സും ഒക്കെ അതിലുള്ള കളി, പല ജാതി തോന്നിയാത്ത കളികൾ, പല ജാതി വിഷയങ്ങൾ. നാളെ ഉദാഹരണം പറയുകയാണെങ്കിൽ വനിതാ ഫുട്ബോൾ വലിയ ഭയങ്കരമാണത്. അങ്ങനെ കളിച്ചാണെങ്കിൽ തമ്പൊട്ടിയാൽ തന്നെ തീരൂല, ആ ജാതിയാണ്. അതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും കമ്മിറ്റിയൊക്കെ ഉണ്ട്. ആ ജാതിൻ്റെ ആളായിട്ട് അള്ളാഹുനാക്കും. അവൻ്റെ വയസ്സായി പോവും. അത് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത വ്യക്തിയുടെ ലക്ഷണമാണ്. അപ്പോൾ ചുരുക്കം ഹദീസിൻ്റെ ഷോർട്ട്, നല്ലതായ ഏത് കാര്യത്തിൻ്റെയും സഹായിയായി, വർക്കറായി നാം നിലകൊള്ളണം. അത് നല്ല ലക്ഷണമാണ്. ചീത്തയായ, തെറ്റായ, വിരോധിക്കപ്പെട്ട കാര്യത്തിൻ്റെ സഹായിയോ എൻ്റെ വർക്കറോ നമ്മൾ ആകാൻ പാടില്ല. ഇത് കുരുത്തം കെട്ട ലക്ഷണമാണെന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പള്ളി, അതിൻ്റെ പരിപാലനം, അതും വലിയ പുണ്യപ്പെട്ടതാണ്. പിന്നെ ഈ പള്ളികൾ, അതിൻ്റെ കാര്യമായ ആവശ്യം ഇബാദത്താണ്. മസ്ജിദ്, സുജൂദ് ചെയ്യണ സ്ഥലം, ഇവിടെ സുജൂദ് ചെയ്യാൻ ആൾ വേണം. ഇന്നിവിടെ എല്ലാം പാടെ ആൾ കൂടിയതുകൊണ്ട് എല്ലാവരും കൂടി ഇവിടെ സുജൂദ് ചെയ്യാൻ വന്നോളന്നില്ല. ഈ ഏരിയയിൽ ചുറ്റുഭാഗത്തും ടൗണുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇബാദത്ത് കൊണ്ട് സജീവമാക്കണം പള്ളി. അതിനു വേണ്ടിയാണ് സുജൂദ് ചെയ്യണ സ്ഥലം ഒക്കെ വളരെ തയ്യാറായി, വളരെ ജോറായി. ഇനി ആ പണി ഇവിടെ നടക്കണം. അപ്പോഴാണ് ആ പള്ളിൻ്റെ ഫലം നമുക്ക് കൂടുതൽ ഫലവത്താകുകയുള്ളൂ. പുണ്യനബി വരാനിരിക്കുന്ന ചില പള്ളികളെപ്പറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
ആ കാലത്ത് വരുന്ന പള്ളികൾ മസാജിദുഹും ആമിറ, വളരെയധികം ഫാഷനബിൾ ആയിരിക്കും ആഖിർ സമാനിൽ വരുന്ന പള്ളി. മസാജിദും ആമിറത്തുൻ ഹറാബും മിനൽ ഹുദാ, ഹിദായത്തിന്റെ ഒന്നും അതിൻ്റെ ഉള്ളിലുണ്ടാവില്ല. അങ്ങനെയുള്ള പള്ളികൾ ഭാവിയിൽ വന്നേക്കും എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളികൾ വളരെ ഫാഷനബിൾ, ഉള്ളിൽ ഇബാദത്തും ഇഅ്തികാഫും ഹദ്ദാദും റാത്തീബും ജമാഅത്തൊക്കെ വളരെ കുറവാണ്. വല്ല വേഷന്മാർ 1 2 3 ഒക്കെ ആള് ളുഹൂറിന് വേഷമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായി. ഇങ്ങനെയൊക്കെയുള്ളൊരു എണ്ണ മട്ടം. അത് പള്ളിയാണെങ്കിൽ വലിയ ഭയങ്കര പള്ളി. അത് ആഖിർ സമാനിൽ പുണ്യനബി ആക്ഷേപിച്ച പള്ളിയിൽപ്പെട്ടതാണ്. അപ്പം അങ്ങനത്തെ ഒരു പള്ളിയായിട്ട് ആകാതിരിക്കണമെങ്കിൽ ഇനി ചുറ്റുഭാഗത്തുള്ള നിങ്ങളൊക്കെ ഇതുമായി ഇബാദത്തിൽ സജീവമാകണം. അപ്പോൾ മാത്രമാണ് സാക്ഷാൽ പള്ളിയുടെ ഫലം നമുക്ക് ലഭ്യമാകാൻ കഴിയുകയുള്ളൂ. വീട്ടിൽ വെച്ചുള്ള നിസ്കാരത്തേക്കാൾ പള്ളിയിൽ വെച്ചുള്ള നിസ്കാരത്തിന് വലിയ പുണ്യമുണ്ട്. 10-25 ഇരട്ടി വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഫർള് നമസ്കാരം വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാൾ പള്ളിയിൽ വെച്ച് നിസ്കരിക്കൽ 25 ഇരട്ടി പുണ്യമുണ്ട്. ജമാഅത്തിനാണ് 27 ഇരട്ടി എന്ന് പറഞ്ഞത്. ഫർള് നമസ്കാരം കഴിവതും ജമാഅത്തായിട്ട് നടത്തണം, അല്ലെങ്കിൽ ഒറ്റക്കാണെങ്കിലും ശരി പള്ളിയിൽ വെച്ചായിരിക്കണം. അത് 25 ഇരട്ടി പുണ്യമുണ്ട് എന്ന് ഹദീസ് ഷരീഫിൽ വന്നിട്ടുണ്ട്. നേരത്തൊക്കെ നിങ്ങൾ സംസാരങ്ങൾ കേട്ടു, അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഭൂമിയിൽ ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണ്. നമുക്ക് അങ്ങനെ മേൽഭാഗത്ത് നിന്നവർക്ക് ഞങ്ങൾ തിളങ്ങുന്ന വസ്തുക്കൾ കാണേണ്ടവർ അതെന്താണ് എന്ന് വിശദീകരിക്കുന്നത് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി സ്ഥാപിച്ച പള്ളികൾ. അതാണ് മേൽഭാഗത്ത് ഇങ്ങോട്ട് നോക്കിയാൽ നക്ഷത്രം പോലെ തിളങ്ങി കാണുന്നത് പള്ളികളാണ്. അത് പ്രകാരം തന്നെ ഹാഫിളീങ്ങൾ, ഖുർആൻ ഹിഫ്ളാക്കുന്ന, ശരിയായ അനുസരിച്ച് ഹിഫ്ളാക്കി അതനുസരിച്ച് അമൽ ചെയ്യുന്ന ഹാഫിളീങ്ങൾ, അവരെ വീട് മേൽഭാഗത്ത് കീഴ്പ്പെട്ട് നോക്കിയാൽ നക്ഷത്രങ്ങളെ പോലെ നിൽക്കും. 2 വസ്തുക്കളെയാണ് ഞാൻ എണ്ണുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് മേപ്പെട്ട് നോക്കിയാൽ നക്ഷത്രം കാണണമായിരി, അവിടെ നിങ്ങളുടെ കീഴ്പ്പെട്ട് നോക്കിയാൽ നക്ഷത്രം കാണുന്നത് പള്ളികളാണ്. മറ്റൊന്ന് ശരിയായ ഹാഫിളിൻ്റെ, ഒരു മുത്തഖിയ ഹാഫിള് താമസിക്കുന്ന വീട്, അതും വലിയൊരു സ്ഥാനമുള്ളതാണ്. അങ്ങനെയുള്ള ചില സ്ഥാപനങ്ങളൊക്കെ ഇവിടെ തുടങ്ങണമെന്ന് ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനെല്ലാം നിങ്ങളൊക്കെ പിന്തുണച്ച് സഹായം ചെയ്യണം. നമ്മുടെ ജീവിതം ധന്യമാക്കണമെങ്കിൽ അങ്ങനത്തെ പ്രവർത്തനങ്ങളുമായി നാം ബന്ധപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നമുക്ക് മുതലാകുകയുള്ളൂ. ദുന്യാവ് അത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. അപ്പോൾ ഇബാദത്ത് കൊണ്ട് സജീവമായെങ്കിൽ മാത്രമേ നാം ഖേദിക്കാതിരിക്കാൻ നമുക്ക് അവകാശമുണ്ടാകുകയുള്ളൂ. എല്ലാ ആളുകളും മരണപ്പെടും. അവന് തൂക്കി കണക്കാക്കപ്പെട്ട ടൈമിൽ അവൻ മരിക്കേണ്ടി വരും. പിന്നെ നമ്മൾ അയ്യടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വഅമല്ലി ആഖിറതിക, എൻ്റെ ആഖിറത്തിൻ്റെ കാര്യം പണിയെടുത്തോ, കാന്നക തമൂതു ഗദൻ, നാളെ തന്നെ മരിക്കും എന്ന മട്ടിൽ. വഅമല്ലി ദുന്യാക, എൻ്റെ ദുന്യാവിൻ്റെ കാര്യം പ്രവർത്തിച്ചോ, കാന്നക തമൂത് അഈശു അബദാ, ഒരു കാലം നീ ജീവിക്കാലോ, ഇത് തിരക്കൊന്നുമില്ലല്ലോ, ആക്കം പോലെ നോക്കിയാൽ മതി എന്ന നിലയ്ക്ക് ചെയ്താൽ മതി എന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിറത്തിന്റെ പ്രവർത്തനം നാളെ തന്നെ മരിക്കും എന്ന മട്ട് ചെയ്തോ. ദുന്യവിയായ പ്രവർത്തനം ഇനിയും കാലുണ്ടല്ലോ എന്ന നിലയ്ക്ക് ഇങ്ങനെ ചെയ്തു തീർത്താലും മതി. കാരണം ഈ ചെയ്തു തീർക്കുന്ന ദുന്യാവൊക്കെ പാടെ എനിക്ക് കിട്ടൂല. മനുഷ്യൻ പറയും മാലി മാലി, അവനെന്ത് മുതലാളുള്ളതെന്ന് മഹാനായ നബി സൂക്ഷിച്ചതും ഇതാണ് ഇപ്പം അവൻ്റെ മുതൽ പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ അവകാശികൾ പിരിച്ചു പോകും. പണി കഴിഞ്ഞിട്ടിയ ഒരിയക്കാന്നുള്ള ആൾക്കാണ് അവൻ്റെ അവകാശികൾ നിലകൊള്ളുന്നത്.
എന്നാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവരെ സമ്പത്തിന് അധ്വാനിച്ചുകൊണ്ട് ടൈം കളയണ്ട. അതിൻ്റെ ആഖിറത്തിൻ്റെ കാര്യം അത് നാളെ തന്നെ മരിക്കും എന്ന ധൃതിയിൽ ചെയ്തു. ഞാൻ ദുന്യവിയായ കാര്യങ്ങൾ ഇത് ഇനിയും കാലമുണ്ടല്ലോ എന്നാലൊക്കെ അങ്ങനെ ചെയ്താലും മതി. അപ്പം ബഹുമാനപ്പെട്ട പുണ്യനബിയുടെ വാക്യങ്ങൾ നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. റബീഉൽ അവ്വൽ നമ്മളുമായി വിട പറയാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി റബീഉൽ അവ്വൽ പങ്കെടുക്കാൻ തൗഫീഖ് ലഭിച്ചിരിക്കുകയാണ്. ആ നിഅമത്തിന് റബ്ബുൽ ഇസ്സത്തിന് അങ്ങേയറ്റം സ്തുതിക്കാൻ നാം കടമപ്പെട്ടവരാണ്. വരുന്ന റബീഉൽ അവ്വലിൽ നമ്മളിൽ നിന്ന് ആര് എന്ത് എങ്ങനെ എന്നത് റബ്ബുൽ ഇസ്സത്തിന് മാത്രം അറിയുന്ന കാര്യമാണ്. നമുക്കതിൽ ചെയ്യാൻ മേലെ തല ചെയ്യാനുള്ളത് ഈ മഹത്തായ ഇങ്ങനെയുള്ള വലിയ സഭയിൽ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥന, നിങ്ങളുടെ ആമീൻ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന മാത്രമാണ് ആ വിഷയത്തിൽ ചെയ്യാനുള്ളത്. വരുന്ന റബീഉൽ അവ്വലിലും നമുക്കെല്ലാം കുടുംബസഹിതം നമ്മുടെ സഹായികൾ സഹിതം പങ്കെടുക്കാൻ ആരോഗ്യത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ വരുന്ന റബീഉൽ അവ്വലിലും പങ്കെടുക്കാൻ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും.